അടുത്തത് പുസ്തക പ്രകാശനങ്ങളാണ്. ആദ്യമായി കുന്നം വിഷ്ണു നമ്പൂതിരി സാറിൻ്റെ ഒരു യൂറോപ്യൻ സ്വപ്നം ഈ ഗ്രന്ഥമാണ് പ്രകാശിപ്പിക്കുന്നത്. അത് പ്രകാശിപ്പിക്കുന്നതിനായി വൈശാഖൻ മാഷ ആദരവോടെ ക്ഷണിക്കുകയാണ്. അത് ഏറ്റുവാങ്ങുന്നതിനായി അഷ്ടമൂർത്തി സാറിനെയും ക്ഷണിക്കുന്നു. വേദിയിലെ എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഈ ചടങ്ങിലേക്കായി ക്ഷണിക്കുകയാണ്. എഴുത്തിൻ്റെ ഉൾക്കഴുത്തിലൂടെ വായനക്കാരുടെ ഹൃദയം കീഴടക്കിയ സർഗധനായ കഥാകാരൻ, മലയാള കഥയെ മനുഷ്യാനുഭവങ്ങളുടെ ആരും കാണാത്ത അതിരുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ പ്രിയപ്പെട്ട എഴുത്തുകാരൻ, കലാസാഹിത്യ അക്കാദമിയുടെ ആദരണീയനായ മുൻ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള വൈശാഖൻ മാഷയെ പ്രഭാഷണത്തിനായി സാദരം ക്ഷണിക്കുക. പ്രിയപ്പെട്ട MG രാധാകൃഷ്ണൻ, അഷ്ടമൂർത്തി, വിഷ്ണു ഉൾപ്പെടെ വേദിയിലുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഞാൻ ഇപ്പോൾ കഴിക്കുന്ന ചില മരുന്നുകളുടെ ഫലമായിട്ട് തലയ്ക്കിങ്ങനെ ഒരു ചുറ്റൽ പോലെ വരും. അതുകൊണ്ട് ഞാൻ വിഷ്ണുവിനോട് ആവശ്യപ്പെട്ടത് എൻ്റെ പരിപാടി ആദ്യം നടത്തി എന്നെ വിട്ടോളൂ എന്നാണ്. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 25 മിനിറ്റ്. പക്ഷേ യശശരീരനായ ശങ്കരൻ നമ്പൂതിരി അല്ലേ, അദ്ദേഹത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ രാധാകൃഷ്ണൻ കൊണ്ടുകൂടെ ആ അനുസ്മരണമാണ് ആദ്യം നടത്തേണ്ടത് എന്നെനിക്ക് ഇവിടെ വന്നിരുന്നതിന് ശേഷം തോന്നിയതാണ്. കാരണം സാഹിത്യം അതുപോലെ തന്നെയാണ് സാന്ത്വനം, രണ്ടും സായിലാണ് ആരംഭിക്കുന്നത്. അങ്ങനെ സാഹിത്യത്തിലും സാന്ത്വനത്തിലും ഒരുപക്ഷെ ലോക സാഹിത്യം തന്നെ നമുക്ക് തരുന്ന സാന്ത്വനമാണ്. അങ്ങനെ സാഹിത്യത്തിലും സാന്ത്വനത്തിലും ഒരേപോലെ തൻ്റെ ജീവിതം അർപ്പിച്ച വ്യക്തിയാണ് ശങ്കരൻ നമ്പൂതിരി. അദ്ദേഹത്തെ എനിക്ക് പരിചയമില്ലെങ്കിലും ഇപ്പോൾ രാധാകൃഷ്ണൻ പറഞ്ഞ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ആ വ്യക്തിത്വം എന്തായിരുന്നു. വേറെ വലിയ ഉപാധികളോ അല്ലെങ്കിൽ വലിയ സ്വീകരണങ്ങളോ ഭാരതരത്നയോ ഒന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല. ഈ പറഞ്ഞ സ്നേഹം മതി ശങ്കരൻ നമ്പൂതിരിയെ പോലെ ഒരാളെ തിരിച്ചറിയാൻ, അത് മാത്രം മതി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ കുറേ നാളായിട്ടുള്ള സുഖമില്ലായ്മയാണ് ഈ വയസ്സായിട്ടും പ്രായമാവാത്തൊരു പ്രശ്നമുണ്ടല്ലോ, അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. അതാണ് ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നം. വയസ്സ് 85 പ്രായം 28 ആയിട്ടുള്ളൂ. ഇതൊരു കഷ്ടമാണ്, അതൊരു പ്രശ്നം. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഈ അലനല്ലൂർ ഒരു വലിയ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോയി, കുറേ കുട്ടികളെ ആദരിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ ഈ കാറ് നിർത്തിയത് ഒരു ബാറിൻ്റെ മുമ്പിലാണ്. അവിടെ ഇറങ്ങിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അപ്പോൾ ഞാൻ ആകെ അങ്കലപ്പിലായി, കാരണം എനിക്ക് നടക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഡ്രൈവർ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇയാൾ എഴുത്തുകാരനൊക്കെയാണ്, അപ്പം ബാറിൽ നിന്നാണ് ഇറങ്ങണമെന്ന് ആൾ വിചാരിക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുന്നത് ഇപ്പോൾ. അപ്പോൾ പക്ഷേ വിഷ്ണു ഗിരീഷും കൂടെ വീട്ടിൽ വന്നു. ഇവരുടെ പെരുമാറ്റം, ഇവരുടെ സംസാരം, ഈ ഇംഗ്ലീഷിൽ ഡിസാമിങ് എന്നൊരു പ്രയോഗമുണ്ട്. ഡിസാമിങ്, നമ്മളെ നിരായുധരാക്കുന്ന സംഗതി. അത് രാധാകൃഷ്ണൻ പറയുകയും ചെയ്തു. ഇതുകൂടാതെ പ്രൊഫസർ ഹരിദാസ് എന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ എന്നെക്കുറിച്ച് ഇവർ സംസാരിക്കുന്നത് തുർക്കിയിൽ വെച്ചിട്ടോ അവിടെ വെച്ചിട്ട് എന്തൊരു സ്ട്രേഞ്ച് കോയിൻസിഡൻസ് ആണെന്ന് ചോദിക്കണം. ഇപ്പം നടക്കാനേ ബുദ്ധിമുട്ടുന്ന എന്നെക്കുറിച്ച് ഇവർ രണ്ടുപേരും തുർക്കിയിൽ വെച്ച് സംസാരിക്കും. അപ്പോൾ ഈ യൂറോപ്യൻ സ്വപ്നം എന്ന പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ആ സമയത്ത് വേറൊരു ഇതുപോലൊരു കോയിൻസിഡൻസ് ഉണ്ടായി. ഞങ്ങളുടെ പേരക്കുട്ടിയും നവവധുവും കൂടെ കൂടിയിട്ട് യൂറോപ്പിലേക്ക് പോകുമായിരുന്നു. അതിന് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ആ സമയത്താണ് ഈ പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ ഈ പുസ്തകം ഞാൻ വിശദമായിട്ട് വായിച്ചു. ഒരു ഗൈഡ് പോലെ ഉപയോഗിക്കാമെന്ന് തന്നെ ഞാൻ അവതാരികയിൽ എഴുതിയേക്കുന്നത്. ഗൈഡ് പോലെ ഉപയോഗിക്കാവുന്ന പുസ്തകമാണ്. നേരത്തെ രാധാകൃഷ്ണൻ പറഞ്ഞ പോലെ അതിനകത്ത് നർമ്മം, എത്ര കാര്യങ്ങൾ. ഈ യാത്ര എന്നതിനെക്കുറിച്ച് രാധാകൃഷ്ണൻ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. മനുഷ്യ ചരിത്രം ഒരുപക്ഷെ ഈ ലോകം സൃഷ്ടിച്ചത്, നമ്മുടെ ഈ ഭൂലോകം സൃഷ്ടിച്ചത്
ഭൂഗോളമല്ല, മനുഷ്യവാസമുള്ള ലോകം സൃഷ്ടിച്ചത് സഞ്ചാരികളാണ്. ചരിത്രത്തിൻ്റെ ആദ്യ കാലഘട്ടം, പ്രീ ഹിസ്റ്റോറിക് ടൈം എന്ന് പറയുന്ന ആദിമ ചരിത്ര കാലഘട്ടം, എഴുതപ്പെടാത്ത ചരിത്ര കാലഘട്ടത്തിൽ ആഫ്രിക്കയിൽ നിന്നുമാണ് ഹോമോ സേപ്പിയൻസ് മെഡിറ്ററേനിയൻ തീരത്തുകൂടെ യൂറോപ്പിലെത്തുന്നത്. അവർ സഞ്ചരിക്കുകയായിരുന്നു. അവരുടെ സഞ്ചാരമാണ് ലോക ചരിത്രത്തെ ആരംഭിക്കുന്നത്. അവിടെ ചെന്നാണ് അവർ നിയാണ്ടർത്താളുകളുമായിട്ട് ഏറ്റുമുട്ടുന്നത് യൂറോപ്പിൽ. അപ്പം ഈ സഞ്ചാരം കൊണ്ട് അവരുടെ സഞ്ചാരത്തിൻ്റെ ഉദ്ദേശം ഇപ്പോൾ യാത്രയ്ക്കുള്ള ഉദ്ദേശങ്ങളല്ല. അവരവരുടെ അതിജീവനമായിരുന്നു കാര്യം. ഭക്ഷണമില്ലാത്ത താഴ്വരകളിൽ നിന്നും ഭക്ഷണമുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുക. അങ്ങനെ ഭക്ഷണം തേടിയും വേട്ട മൃഗങ്ങളെ അന്വേഷിച്ചുമുള്ള അതിജീവനമായിരുന്നു അവരുടെ യാത്രയുടെ ഉദ്ദേശം. പക്ഷേ വിഷ്ണുവിനെയും ഹരിദാസിനെയും രാധാകൃഷ്ണനെയും പോലെ ഉള്ളവരുടെ യാത്ര മനസ്സിൻ്റെ വികാസമാണ്. ഈ ലോകത്തോളം, മനുഷ്യവാസമുള്ള ലോകത്തോളം മനസ്സിനെ വികസിപ്പിക്കുക എന്നുള്ളതാണ്. ആ വികസിപ്പിക്കലിലൂടെ നമ്മളെ പ്ലേസ് ചെയ്യുക. നമ്മൾ എത്ര ചെറുത്, എത്ര വലുതാണ് ലോകം, എത്ര വൈവിധ്യമാർന്നതാണ് എന്ന ആ ഒരു ജ്ഞാനം സമ്പാദിക്കുക കൂടെ അതിൻ്റെ പിന്നിലുണ്ട്. തീർച്ചയായിട്ടും അർത്ഥവത്തായ രീതിയിൽ ഒരു പോസ്റ്റ് റിട്ടയർമെൻറ്റ് ജീവിതം കൊണ്ടുപോവുക എന്ന ലക്ഷ്യവും അതിൻ്റെ പിന്നിലുണ്ട്. വിഷ്ണുവിൻ്റെയും പാർവതിയുടെയും മകളുടെയും മറ്റും പിന്തുണയാണ് അവർക്ക് യാത്രയ്ക്ക് ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സഹായിച്ചതെന്ന് പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതുപോലെ ആദ്യകാല യാത്രികർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മാർക്കോ പോളോ ഒരുപക്ഷെ പടിഞ്ഞാറൻ ലോകവും കിഴക്കൻ ലോകവുമായി ഒരു പാലം നിർമ്മിച്ച ആളാണ് ഈ മാർക്കോ പോളോ. യാത്രികരുടെ കാര്യം പറയുന്നത്, അവരുടെ ചരിത്രം, ഇബ്നു ബത്തൂത്ത, അതുപോലെ അൽ ബറൂണി. ഹിന്ദു എന്ന വാക്ക് കണ്ടുപിടിച്ച ആളാണ് അൽ ബറൂണി, ഒരു യാത്രികനാണ്. അദ്ദേഹം ഇൻഡസ് നദിയുടെ തീരത്തിന് ഇപ്പുറത്തുള്ള പ്രദേശത്തുള്ളവരുടെ ഹിന്ദു എന്ന് പറയാൻ പേർഷ്യൻ ഭാഷയിൽ ഹായാണ് പറയുന്നത് അക്ഷരം. അങ്ങനെ ഉണ്ടായി വന്നൊരു വാക്കാണ് ഹിന്ദു. ഹിന്ദു എന്നുള്ള വാക്ക് നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ അമിത്ഷായർ കണ്ടുപിടിച്ചതല്ല, ശങ്കരാചാര്യന്മാർ കണ്ടുപിടിച്ചതല്ല. ഈ അൽ ബറൂണി എന്ന് പറയുന്ന യാത്രക്കാരനാണ്, യാത്രികനാണ് അത് കണ്ടുപിടിച്ചത്. എത്ര ആദരവോടെയാണ് നമ്മൾ ആ കവി, അദ്ദേഹം കവിയായിരുന്നു, ചരിത്രകാരനും കവിയുമായിരുന്നു. അത്ര ആദരവോടെ ഓർക്കേണ്ട ഒരു പേരാണ്. അതുപോലെ മെഗാസ്തനസ്. ഇങ്ങനെ ഒരുപാട് യാത്രികരാണ് നമ്മുടെ ലോകത്തെ കെട്ടിപ്പടുത്തത്. അപ്പോൾ യാത്ര എന്നുള്ളത് ഇപ്പം അതിൻ്റെ പുതിയ ഡൈമെൻഷൻ, പുതിയ മാനത്തിലാണ് നടക്കുന്നത്. ഖലീൽ ജിബ്രാൻ പറയുന്നുണ്ട്, നിങ്ങളുടെ കിണറുകൾ നിറയ്ക്കൂ, കിണറുകൾ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകി ചക്രവാളത്തിലേക്ക് ഒഴുകട്ടെ എന്നാണ് പറയണേ. നമ്മുടെ വ്യക്തിത്വത്തെ അറിവ് കൊണ്ട് നിറയ്ക്കുമ്പോഴാണ് അത് നിറഞ്ഞ് കവിഞ്ഞ് ചക്രവാളം വരെ ഒഴുകുന്നത്. അപ്പോഴാണ് നമ്മൾ മനുഷ്യനെ ഉൾക്കൊള്ളുന്നത്. രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ അപ്പോഴാണ് വിഭാഗീയതകൾ ഇല്ലാതാവുന്നത്. ഒരർത്ഥവുമില്ല. വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞിട്ടുണ്ട്, ഈ രോമം വളർത്തുന്നതിനനുസരിച്ചാണ് ഈ ജാതി മതം എന്ന്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നോക്കിയാൽ അറിയാം, രോമം വളർത്തുന്ന രീതികൾ അനുസരിച്ചാണ് ജാതി മതം തിരിയുന്നത്. അതൊക്കെ കുറേ പേരുടെ അധികാര സ്ഥാപനത്തിന് വേണ്ടി ഉണ്ടായതാണ്. ക്രിസ്തുവിനെ കുരിശിലേറ്റി 300 വർഷം കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ സുവിശേഷം ഉണ്ടാകുന്നത്. ക്രിസ്തു അറിഞ്ഞിട്ടില്ല പാവം. അതുപോലെ ഇപ്പോൾ പാലസ്തീനിൽ ഭീകരമായിട്ട് കൊച്ചു കുഞ്ഞുങ്ങളെ കൊല ചെയ്തുകൊണ്ടിരിക്കുന്ന ആധുനിക ഹിറ്റ്ലർ, നെതന്യാഹു എന്ന് പറയുന്ന ജൂതൻ മനസ്സിലാക്കുന്നില്ല, ജൂതവർഗമാണ് ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ടിട്ടുള്ള വർഗം. അത് അയാൾ ചിന്തിക്കുന്നില്ല. അയാൾക്കത് ഒരു പ്രശ്നമല്ല. ആക്രമിക്കുകയാണ്, വംശീയത കൊണ്ട് ആക്രമിക്കുകയാണ്. അങ്ങനെയുള്ള ആക്രമണങ്ങളുടെ പിന്നിൽ ഇതുപോലെ കെട്ടുകഥകളുണ്ട്. യഹോവ നേരിട്ട് പറഞ്ഞു കൊടുത്തതാണെന്നാണ് പറയുന്നത് അവരുടെ ആദ്യത്തെ പുസ്തകം, ജൂതന്മാരുടെ. യഹോവ നേരിട്ട് പറഞ്ഞു കൊടുത്തുക. പിന്നെ അതിന് വ്യത്യാസം വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ലോകത്തിൽ മനുഷ്യൻ എവിടെ എത്ര കാലം ജീവിച്ചാലും ആ കാലത്തെ മുഴുവൻ കാര്യങ്ങളും ഈ പുസ്തകത്തിലുണ്ടെന്ന് 2000 കൊല്ലം മുമ്പ് എഴുതിയ ഒരു പുസ്തകത്തിലുണ്ട്, അല്ലെങ്കിൽ 1500 വർഷം മുമ്പ് എഴുതിയ ഒരു പുസ്തകത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്നതിലും വലിയ മൗഢ്യം എവിടെയാണുള്ളത്? ഇൻ്റർനെറ്റിനെ കുറിച്ച് ഏതെങ്കിലും പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇൻ്റർനെറ്റ് വന്നതിന് ശേഷം നമ്മുടെ ലോകം 2ആയി വിഭജിക്കപ്പെട്ടു. ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവരും ഇൻ്റർനെറ്റ് ഇല്ലാത്തവരും. അത്ര വലിയ അന്തരമാണ് നമ്മൾ ഈ ഡിജിറ്റൽ ഡിവൈഡ് എന്നൊക്കെ പറയുന്ന പ്രയോഗം കൊണ്ട്. അത്തരം ലോകങ്ങളിൽ സഞ്ചരിക്കുക എന്നുള്ളതാണ് വിഷ്ണുവിനെ പോലുള്ള യാത്രികരുടെ ഉള്ളിലുള്ള അതിൻ്റെ ഊർജം. അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ സഞ്ചരിക്കാൻ പറ്റില്ല. ഇപ്പം മുമ്പത്തെക്കാളിലൊക്കെ വളരെ കൂടുതൽ ആളുകൾ ഈ സഞ്ചാരമാർഗം സ്വീകരിക്കുന്നുണ്ട്. ഒരുപാട് ആയിരക്കണക്കിന് പുസ്തകം വായിക്കുന്നതിൽ കൂടുതൽ അറിവായിരിക്കും ഒരു സഞ്ചാരത്തിൽ കൂടെ കിട്ടുന്നത്.
ഇപ്പോൾ ഈ വിഷ്ണുവിൻ്റെ പുസ്തകത്തിൽ തന്നെയാണ് ഈ ഭക്ഷണ രീതികൾ, അങ്ങനെ അതിൻ്റെ വിശദാംശങ്ങൾ വരുന്നുണ്ട്. നേരത്തെ രാധാകൃഷ്ണൻ പറഞ്ഞില്ലേ, ഞാൻ എഴുതിയിട്ടുണ്ട് അവതാരികയിൽ, അതായത് ഡേറ്റ തരുന്നുണ്ട്. ഇപ്പം ലണ്ടൻ എയർപോർട്ട് നമ്മുടെ നെടുമ്പാശ്ശേരിയുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഞാനൊക്കെ കോളേജിൽ പഠിച്ച കാലത്ത് പഠിച്ച ഒരു ഉണരുന്ന ഉത്തരേന്ത്യ എന്ന് പറഞ്ഞിട്ട് NV കൃഷ്ണവാര്യരുടെ ഒരു യാത്രാ വിവരണം. അത് ആ കാലത്ത് BSc പഠിക്കാനുണ്ടായിരുന്നു. അതിൽ പ്രത്യേകത, ഒരു ഡാമിനെ കുറിച്ച് പറഞ്ഞാൽ അതിൽ എത്ര ടൺ കോൺക്രീറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയും. അതാണ് കൃഷ്ണവാര്യർ. അതിൻ്റെ കാൽപ്പനികമായ വശം പറയും, എത്ര ഹെക്ടർ ഭൂമി ജലസേചനം നടത്തുന്നു എന്ന് പറയും. ഒപ്പം തന്നെ ആ ഡാമിൽ ഉപയോഗിച്ച എത്ര തൊഴിലാളികൾ പങ്കെടുത്താണ് ആ ഡാം കെട്ടിയത്, എത്ര ടൺ ഉരുക്കാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്തരം രീതി അറിയാതെ തന്നെ വിഷ്ണു അവലംബിച്ച് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അതൊരു മെച്ചപ്പെട്ട യാത്രാ വിവരണം കൂടെ ആയിത്തീരുന്നത്. ഇപ്പോൾ കൊളോസയത്തെക്കുറിച്ച് എഴുതുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഗ്ലാഡിയേറ്റേഴ്സിനെ കുറിച്ച് പറയുന്നു. ഗ്ലാഡിയേറ്റേഴ്സ് എന്ന് വെച്ചാൽ വാടകയ്ക്കെടുക്കുന്ന വാറിയർമാരാണ്, യോദ്ധാക്കളാണ്. 2 ഗ്ലാഡിയേറ്റേഴ്സ് തമ്മിലുള്ള യുദ്ധത്തിൽ ഒരു ഗ്ലാഡിയേറ്ററിനെ മറ്റേ ഗ്ലാഡിയേറ്റർ കൊല്ലും. അപ്പോൾ ആ രാജാവ് ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു. ചിലപ്പോൾ ഒരു ഗ്ലാഡിയേറ്റർ ഒരു സിംഹവുമായിട്ടായിരിക്കും പോരാടേണ്ടി വരുന്നത്. അങ്ങനെ ചിലപ്പോൾ അയാൾ കൊല്ലപ്പെടാം. അതാണ് കൊളോസയം. ആ കൊളോസയത്തിനെ കുറിച്ചുള്ള വിവരണത്തിൽ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഗ്ലാഡിയേറ്റർമാരുടെ കാര്യം പറയുന്നുണ്ട്. ലേലത്തിന് പിടിച്ച പോലെയാണ്. ഇപ്പോൾ നമ്മുടെ ക്രിക്കറ്റ് താരങ്ങളെ ലേലത്തിന് പിടിക്കുന്നില്ലേ, ഓരോ ക്രിക്കറ്റുകാരെ നിരത്തി നിർത്തി ആധുനിക അടിമ കച്ചവടമാണ് ക്രിക്കറ്റിൽ നടക്കുന്നത്. ഞാനൊരു 35 വർഷം മുമ്പ് ഗവൺമെൻറ് വിക്ടോറിയ കോളേജിലെ യൂണിയൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ സായിപ്പിൻ്റെ നീട്ടിവെച്ച കാലാണ് ക്രിക്കറ്റെന്ന് ഞാൻ പറഞ്ഞു. പിള്ളേർ കൂവി. ആദ്യമായിട്ട് അവസാനമായിട്ട് ഞാൻ ഒരു നല്ല കൂവലേറ്റ് വാങ്ങിയത് അന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ നിങ്ങളിപ്പോൾ കൂവിയില്ലേ, അത് വളരെ ഭംഗിയായിട്ടുണ്ട്, കാരണം നമ്മുടെ പൂർവികർ അങ്ങനെയാണ് അവരെ സന്തോഷം രേഖപ്പെടുത്തിയിരുന്നത് എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു. പക്ഷേ ഇന്നും അത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഹിന്ദു പത്രത്തിൻ്റെ അവസാനത്തെ പേജിൽ ഒരു മൂലയ്ക്ക്, രാധാകൃഷ്ണ അല്ലേ, ഒരു മൂലയ്ക്ക് ഒരു 3-4 ഇഞ്ച് സ്ഥലത്താണ് ഈ ക്രിക്കറ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ ഒരു കമ്പ് ഇങ്ങനെ നാട്ടിയിട്ട് തലപ്പന്ത് കളിക്കുമായിരുന്നു. ആ കമ്പ് ഇപ്പോൾ എന്തായി മാറി, സ്റ്റമ്പായി മാറി. കമ്പ് സ്റ്റമ്പായപ്പോൾ സംസ്കാരവും മാറി. ഈ വിചിത്രമായ സംഗതികളാണ്. ഇങ്ങനെയാണ് സംഗതി. അതുപോലെ ബെൻഹർ എന്ന സിനിമയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ബെൻഹർ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോഴും കാണണം. അത് എനിക്ക് തോന്നുന്നു OTT-യിലുണ്ടാവും, അല്ലെങ്കിൽ യൂട്യൂബിൽ കാണും. അതിനകത്ത് ഒരു 15-20 മിനിറ്റ് നിൽക്കുന്ന ഒരു കുതിര ഓട്ടമുണ്ട്, രഥം, തേര് ഓടിക്കുന്നു. നമ്മൾ ശ്വാസം വിടാതെ നോക്കിയിരിക്കുന്ന ഒരു രംഗമാണ്. അത് നടക്കുന്നത് ഈ പറഞ്ഞ സ്ഥലത്താണ് അല്ലേ. ഇതൊക്കെ ഓർമ്മിപ്പിക്കാനും ഈ വിഷ്ണുവിൻ്റെ യാത്രാവിവരണം എന്നെ സഹായിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മഹാരാജാസി പഠിക്കുന്ന കാലത്താണ് ഈ ബെൻഹർ കണ്ടത്. ആദ്യത്തെ ഗ്ലാഡിയേറ്റർ എന്ന സിനിമയും വിക്ടർ മെച്ചോർ എന്നൊരു നടനുണ്ടായിരുന്നു. വിക്ടർ മെച്ചോർ ഒരു ഉഗ്ര നടനാണ്. അദ്ദേഹമാണ് അഭിനയിച്ചിരിക്കുന്നത് ഗ്ലാഡിയേറ്ററിൽ. അതുപോലെ 10 കമാൻഡ്മെൻറ്റ്സ് ആ കാലത്ത് വന്ന സിനിമയാണ്. സിസിൽ B. ഡിമില്ലി, ചാൾട്ടൺ ഹെയ്സ്റ്റൺ എന്ന് പറയുന്ന നടൻ. ഇപ്പോൾ ഓർക്കുന്നില്ല. ഇപ്പോൾ അല്ലു അർജുൻ എന്ന് പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. ഇന്നലെ അയാളുടെ വീട്ടിലേക്ക് ചീമുട്ടയും തക്കാളിയൊക്കെ വലിച്ചെറിഞ്ഞു കുറച്ച് പേര്. കാരണം ആരാധകർ മൂത്ത് വന്നിട്ട് ഒരു കുട്ടി മരിച്ചുപോയി, ഒരു പെൺകുട്ടി. ഇനി ഇവിടെ എന്നാണ് അത് നടക്കണമെന്ന് അറിയാൻ പാടില്ല. ഇവിടെ ചിലപ്പോൾ നടന്നു വരും. ഇപ്പം വ്യാകുലമായി നിൽക്കുന്ന മാതാവിൻ്റെ തലയെ കൊണ്ടുവന്ന് അവിടെ കിരീടം വെച്ചത്. അവർ മോനെ നഷ്ടപ്പെട്ടതിൽ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ തലയെ കൊണ്ടുവന്ന് കിരീടം വെച്ചു. അത്തരം പരിപാടികളാണ് നടക്കുന്നത്. ഞാനിത് രാഷ്ട്രീയ കുറ്റപ്പെടുത്തലല്ല, വൈകാരികമായ അല്ലെങ്കിൽ സാംസ്കാരികമായ ഒരു കാര്യം പറയുകയാണ്. അപ്പോൾ ആ ക്രിക്കറ്റ് ലേലത്തെക്കുറിച്ചും അങ്ങനെ പറഞ്ഞു. ഇത് ചിന്തിക്കേണ്ട കാര്യമാണ്. കഷ്ടം തോന്നി, 2 പേരെ ആരും വിളിച്ചില്ല എന്ന് എഴുതിയിട്ടുണ്ട്. 20 കോടിക്ക് ഒരുത്തനെ കൊണ്ടുപോയി, 25 കോടിക്ക് വേറെത്തനെ കൊണ്ടുപോയി. അവസാനം 2 പേരിങ്ങനെ നിൽക്കുകയാണ് മിഴുങ്ങശ്ശ എന്ന് പറഞ്ഞിട്ട്. ആരും വിളിച്ചില്ല. നമ്മുടെ ഈ പൈസയില്ലല്ലോ, അല്ലെങ്കിൽ നമ്മളെ വിളിച്ചെടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നു. അങ്ങനെയുള്ള സ്ഥിതി. അപ്പോൾ വിഷ്ണുവിൻ്റെ യാത്രാ വിവരണം പറഞ്ഞ് വേറെ കുറേ കാര്യങ്ങൾ. സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഈ അഷ്ടമി, എനിക്ക് ഈ കഥ എഴുതുന്നവർക്കുള്ളൊരു അസുഖം അത്. ഇത് ശ്രീജ നടുവിരിക്കണം, അവൾ കവിതയും കഥയൊക്കെ എഴുതണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് യാത്രയാണ് ഇപ്പോൾ ഈ പറഞ്ഞതെല്ലാം. അതായത് വിഷ്ണുവിൻ്റെ യാത്ര പ്രചോദിപ്പിച്ചിട്ട് വേറെ കുറേ സ്ഥലങ്ങളിൽ കൂടെയുള്ള ഒരു മാനസിക സഞ്ചാരമാണ് ഞാനും നടത്തിയത്.
തീർച്ചയായിട്ടും വിഷ്ണു ഇനിയും സഞ്ചരിക്കട്ടെ, പാർവതിയും സഞ്ചരിക്കട്ടെ, ഹരിദാസും രാധാകൃഷ്ണനും സഞ്ചരിക്കട്ടെ, കൂടുതൽ പുസ്തകങ്ങൾ വരട്ടെ. ഞങ്ങളുടെ മകൻ പ്രവീണാണ് ഇത് പ്രസിദ്ധീകരിച്ചത് എന്നുള്ളതും ഐവറി ബുക്സ് എന്നുള്ളതും പ്രത്യേകം സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം 250 സ്വകാര്യ പബ്ലിഷേഴ്സുണ്ട് കേരളത്തിൽ. അതേസമയത്ത് കുത്തക മുതലാളിമാരായ 1-2 പബ്ലിഷേഴ്സ്, ഇപ്പോൾ പ്രത്യേകിച്ച് ഒരാളേ ഉള്ളൂ. അദ്ദേഹത്തിനോട് മത്സരിച്ച് മാതൃഭൂമിയും മനോരമയും മത്സരിച്ച് വരുന്നുണ്ട്. ഹോർത്തൂസ് എന്ന് പറഞ്ഞ മനോരമ നടത്തി. പിന്നെ എഴുതാത്ത ജീവചരിത്രം ആത്മകഥ എന്ന് പറഞ്ഞിട്ട് പ്രസിദ്ധീകരിച്ച് അത് വേറെ സംഭവമുണ്ട്. എഴുതിയിട്ടില്ലെന്ന് അങ്ങേര് പറഞ്ഞു, എഴുതിയോന്ന് അറിയാൻ പാടില്ല. മൂപ്പര് എഴുതിയോ ഇല്ലയോന്ന് അറിയാൻ പാടില്ല. എനിക്കറിയാം ഇലക്ഷൻ സമയത്ത് അത് ഇറക്കി വിട്ടു. ഇങ്ങനെയൊക്കെയാണ് പുസ്തക പ്രകാശനം. അപ്പോൾ ഇതുപോലുള്ള പുസ്തകങ്ങളൊന്നും അവരെ ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം കുറച്ചുകൂടെ ആത്മാർത്ഥമായിട്ട് നല്ല പുസ്തകങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കണം എന്നുള്ള പ്രയത്നമാണ്, ആ മനോഭാവമാണ് അതിൻ്റെ പിന്നിലുള്ളത്. അതുകൊണ്ട് അതിനും സന്തോഷമുണ്ട് എനിക്ക്. വിഷ്ണു ഇനിയും യാത്ര ചെയ്യട്ടെ. വിഷ്ണു മാത്രമല്ല, ഇവരൊക്കെ യാത്ര ചെയ്യട്ടെ. എനിക്കിപ്പോൾ പറ്റില്ല, നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എന്നെപ്പോലെ ഉള്ള സഹയാത്രികർ ഇവിടെ 3-4 പേരുണ്ട്. അവർ വളരെ ബുദ്ധിമുട്ടി നടന്നു തന്നെ ഞാൻ കണ്ടു. വളരെ സന്തോഷം തോന്നി. ഓ, നമ്മൾ മാത്രമല്ലല്ലോ എന്നൊരു സമാധാനം. അവർക്കും കുറേ കൂടെ നല്ലപോലെ നടക്കാൻ കഴിയട്ടെ. വിഷ്ണുവിനും ഒക്കെ ഇനിയും യാത്ര ചെയ്യാനും ഇനിയും പുസ്തകം എഴുതാനും കഴിയട്ടെ. നേരത്തെ ഭാഷയെക്കുറിച്ചൊക്കെ രാധാകൃഷ്ണൻ പറഞ്ഞു, അതുകൊണ്ട് ഞാനതിന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഒരു പുസ്തകം ഒരിക്കൽ MDയും ഞാനും കൂടെ, MDയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോൾ വിഷമമുണ്ട്. അദ്ദേഹം ആസന്ന നിലയിലാണ് കിടക്കുന്നത്. ഇന്നലെ കുറച്ച് മെച്ചപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാലും 1-2 യാത്രയെ ഞാനും അദ്ദേഹം കൂടെ ഒരുമിച്ച് നടത്തിയിട്ടുള്ളൂ. ഒരുപാട് കാലത്തെ സഹവാസം അല്ലെങ്കിൽ സ്നേഹം ഉണ്ടെങ്കിലും അങ്ങനെ ഒരു യാത്രയിൽ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, അദ്ദേഹം അധികം സംസാരിക്കില്ലല്ലോ, പക്ഷേ എന്നോടൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ പറഞ്ഞൊരു കാര്യം, നമ്മൾ എഴുതുന്നത് എന്തിനു വേണ്ടിയാണ് എഴുതി അച്ചടിക്കുന്നത്? മറ്റാർക്കെങ്കിലും വായിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അവർക്ക് വായിക്കാൻ തോന്നണം. ഇതിലും വലിയ എന്ത് രഹസ്യമാണ് സാഹിത്യത്തിനുള്ളത്? എത്ര ലളിതമായിട്ടാണ് ആ കൂടല്ലൂരുകാരൻ പറഞ്ഞതെന്ന് ആലോചിച്ച് നോക്കണം. വലിയ തത്വജ്ഞാനമൊന്നുമില്ല. എഴുതുന്നത് അച്ചടിച്ചിറക്കുന്നത് മറ്റൊരു വായിക്കാനാണ്. അത് സർഗാത്മക സാഹിത്യമാണെങ്കിലും ശരി, യാത്രാ വിവരണമാണെങ്കിലും ശരി, അത് മറ്റുള്ളവർക്ക് വായിക്കാനാണ്. എന്നുവെച്ചാൽ ദി ഓതർ ഷുഡ് ഇൻവൈറ്റ് ദം ടു ദ ബുക്ക് എന്നുള്ളത് ശരി. അതാണ് എഴുത്തുകാരൻ അവരെ ക്ഷണിക്കണം പുസ്തകത്തിലേക്ക്. അവരത് വായിച്ചില്ലെങ്കിൽ തൂക്കിക്കൊല്ലുന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവർ വായിക്കണമെന്നില്ല. പക്ഷേ ഒരു 2 പേജ് വായിച്ചാൽ ഇതെനിക്ക് വേണ്ടതാണ് ഒരു കുട്ടിയെ ഇപ്പോൾ ചെന്നിനായകൻ തേച്ച് കഴിഞ്ഞാൽ കുട്ടിയെ പിന്നെ മലകുടിക്കോ? ഇല്ല. അപ്പോൾ 2 പേജിൽ ചെന്നിനായകമാണെങ്കിൽ പിന്നെ ആ പുസ്തകം ആരെയും വായിക്കുമോ? വായിക്കില്ല. അപ്പം അത് കുടിക്കണമെങ്കിൽ അത്തരം അനായാസമായ വായനാ സുഖം കിട്ടുന്ന പുസ്തകമായിരിക്കണം. ഏത് സർഗാത്മക സാഹിത്യമാണെങ്കിലും ശരി, മറ്റെന്ത് സാഹിത്യമാണെങ്കിലും ശരി. ആ ഒരു ഗുണം വിഷ്ണുവിൻ്റെ പുസ്തകത്തിനുണ്ട്. അത് ആദ്യം വേണ്ട ഗുണമാണ് ഒരു പുസ്തകത്തിന്. അതുകൊണ്ടാണ് വിഷ്ണു ഇനി എഴുതണം എന്ന് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ വിഷ്ണു അങ്ങനെ എഴുതി ബുദ്ധിമുട്ടുണ്ടാകട്ടോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ സത്യം പറഞ്ഞാൽ എഴുതിക്കോളൂ. പണ്ട് റെയിൽവേ സ്റ്റേഷൻ മാഷായിരുന്ന ആളാണ്. അതുകൊണ്ട് വിഷ്ണുവിനൊരു പച്ചക്കൊടി കാണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നന്ദി. നന്ദി വൈശാഖ മാഷ്. ഇന്നലെ സംഘാടക സമിതിയുടെ ഏറ്റവും ഊഷ്മളമായ നന്ദി ഈ വേദിയിൽ അറിയിക്കുകയാണ്. ഇന്നിവിടെ ചേർന്ന വൈശാഖൻ മാഷ്ക്ക് ഇതിൻ്റെ സംഘാടക സമിതി ഒരു ഉപഹാരം നൽകി ആദരിക്കുകയാണ്. ശങ്കരൻ നമ്പൂതിരി മാഷിൻ്റെ അനുജൻ കൃഷ്ണൻ നമ്പൂതിരിയുടെ മകനായിട്ടുള്ള ഹരി കുന്നം വരച്ചിട്ടുള്ള ഒരു ചിത്രമാണിപ്പോൾ ഈ വേദിയിൽ വെച്ച് നമ്മുടെ ഗ്രന്ഥകാരൻ കുന്നം വിഷ്ണു നമ്പൂതിരി അവറുകൾ വൈശാഖ മാഷക്ക് സമർപ്പിക്കുന്നത്. അത് വാങ്ങുന്നതിനായി വൈശാഖൻ മാഷയെയും അത് നൽകുന്നതിനായി കുന്നം വിഷ്ണു നമ്പൂതിരിയെയും ക്ഷണിക്കുകയാണ്. ഈ ചിത്രം വരച്ച നമ്മുടെ പ്രിയപ്പെട്ട ഹരി കുന്നം MFA അപ്ലൈഡ് പാസ്സായി നിൽക്കുന്നു. കലാരംഗത്ത് ഏറെ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന ഹരി. ഒരു യൂറോപ്യൻ സ്വപ്നം എന്ന പുസ്തകം ഏറ്റുവാങ്ങിയ ശ്രീ അഷ്ടമൂർത്തി ദേശാനുഭവങ്ങളെ കഥകളിൽ, നോവലുകളിൽ ഉൾച്ചേർത്ത ആറാട്ടുപുഴയുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ
ശ്രേഷ്ഠമൂർത്തിയെ പ്രഭാഷണത്തിനായി ക്ഷണിക്കുകയാണ്. വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായിട്ട് പറഞ്ഞാൽ 2018 ഏപ്രിൽ 1-ാം തീയതി, വിഷ്ണുവിൻ്റെ ഇതേപോലെ തന്നെ 2 പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കപ്പെടുകയുണ്ടായി. ശങ്കരംകുളങ്ങര കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ടായിരുന്നു ആ പ്രകാശനം. അന്ന് വിഷ്ണുവിൻ്റെ 70-ാം പിറന്നാളായിരുന്നു. അതിൽ ഇന്നത്തെ പോലെ തന്നെ ഒരു പുസ്തകം ഏറ്റുവാങ്ങാനുള്ള നിയോഗമുണ്ടായത് എനിക്കാണ്. അന്ന് പ്രകാശനം ചെയ്തത് KP ശങ്കരൻ മാഷായിരുന്നു. വിഷ്ണുവിൻ്റെ 2 പുസ്തകങ്ങൾ കൂടി ഇന്ന് പ്രകാശിതമാകാൻ പോവുകയാണ്. ആകെ കൂടി 4 പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നു. ഈ പുസ്തകം വായിക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയില്ല. ഞാനിപ്പോഴാണ് ഈ പുസ്തകം കാണുന്നത്. അതുകൊണ്ട് പുസ്തകത്തെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. അമേരിക്കയിലൊരു ചൊല്ലുണ്ട്, ലൈഫ് ബിഗിൻസ് അറ്റ് 40 എന്ന്. അത് ഉദ്ദേശിക്കപ്പെട്ടുള്ളത് ഒരാളുടെ ജീവിതത്തിൽ, ആളുടെ ശരിക്കുള്ള ജീവിതം ആരംഭിക്കുന്നത് 40-ാം വയസ്സിലാണ്. ജനിക്കുമ്പോൾ തൊട്ട് തന്നെ ജീവിതം തുടങ്ങുന്നില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതിനുള്ളൊരു കാരണം, വിദ്യാഭ്യാസം കഴിഞ്ഞു, 20 വയസ്സിൽ ഏകദേശം വിദ്യാഭ്യാസം കഴിഞ്ഞു, ഒരു ജോലി കിട്ടി, ഒരു വിവാഹം കഴിച്ചു, 2 കുട്ടികളായി, വീടിനുള്ള ലോൺ എടുത്തു, വീട് പണിതു, വീടിൻ്റെ കടങ്ങൾ വീട്ടി. ഇതൊക്കെ കഴിഞ്ഞ് ശരിക്കുള്ള ജീവിതം തുടങ്ങുന്നത് 40-ാം വയസ്സിലാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം 40 വയസ്സിലും ജീവിതം ആരംഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നമുക്കെല്ലാം അത്ര തന്നെ നല്ല ഒരു ചുറ്റുപാടിലല്ല സാമ്പത്തിക സ്ഥിതി വെച്ച് നോക്കുമ്പോഴും എന്നുള്ളത് കൊണ്ട് നമ്മുടെ ജീവിതം പിന്നെയും തുടങ്ങാൻ താമസിക്കും. 40 വയസ്സിലൊരു പക്ഷേ നമ്മൾ അമേരിക്കക്കാരൻ 20 വയസ്സിൽ തുടങ്ങി വെച്ച ജീവിതമാണ് നമ്മൾ തുടങ്ങി വയ്ക്കുന്നത്. വീട് പണിയാനൊക്കെ പിന്നെ തുടങ്ങാം, അതിന് ശേഷമാണ് തുടങ്ങാൻ പോകുന്നത്. അതിൻ്റെ കടം വീട്ടി കഴിയുന്നതൊക്കെ ഏകദേശം ജോലിയിൽ നിന്ന് വിരമിക്കുന്ന സമയത്താണ്. ജീവിതം മുഴുവൻ ലോൺ അടച്ച് തീർക്കുക അല്ലെങ്കിൽ കടം വീട്ടി തീർക്കുക എന്നുള്ള ഒരു രീതിയാണ് നമുക്കുള്ളത്. പക്ഷേ ഈയിടെയായിട്ട്, ഇപ്പോൾ കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് സ്ഥിതിഗതികൾക്ക് കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ സാമ്പത്തിക സ്ഥിതി പണ്ടത്തെ പോലെ തന്നെ അത്ര ദുരിതം പിടിച്ചതൊന്നുമല്ല. എല്ലാവരുടെയും കയ്യിൽ പണമുണ്ട്, കുട്ടികളെ വളർത്തേണ്ട കാര്യമില്ല, അവർ സ്വയം വഴി കണ്ടെത്തി പോകുന്നുണ്ട്. വീടൊക്കെ പണിത് 50 വയസ്സിലോ 60 വയസ്സിലൊക്കെ മുമ്പ് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ ജീവിതം ശരിക്കും ആരംഭിക്കുന്നത് 60 വയസ്സിന് ശേഷമാണ്. ഈ 60 വയസ്സിന് ശേഷം നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്നത് യാത്രകളിലൂടെയാണ്. അതാണ് ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചു പോന്നിട്ടുള്ളൊരു കാര്യം. ഒരു കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ നമ്മൾ ഫേസ്ബുക്കിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള മിക്കവാറും എല്ലാ സുഹൃത്തുക്കളും വിദേശത്തായിരുന്നു. മിക്കവാറും കുടുംബമായിട്ട്, കപ്പിളായിട്ട് ആണ് യാത്ര ചെയ്യുന്നത്. അതിലൊരു കുടുംബം ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഈ അക്കാഡമിയിൽ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ ആളുടെ പോസ്റ്റ് വരുന്നത് ഞാൻ ന്യൂസിലൻഡിലാണ് അല്ലെങ്കിൽ വിയറ്റ്നാമിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഈ ആര്യൻ്റെയും പ്രസന്നയുടെ യാത്രകൾ ഞാൻ കുറച്ച് മുമ്പ് അവരോട് പറഞ്ഞല്ലോ, ഇപ്പോൾ എവിടേക്കാണ് അടുത്ത്, അപ്പം ഇനി അടുത്ത് ആൻഡമാനിലേക്ക് പോകണമെന്ന് തോന്നുന്നു. കേരളത്തിലുള്ള സമയം വളരെ കുറവാണ്. ഇങ്ങനെയുള്ള യാത്രകളുടെ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് ലോകം ചുറ്റി സഞ്ചരിക്കുന്ന വളരെ നല്ല ഒരു സമ്പ്രദായം ഇപ്പോൾ വളരെ പ്രാവർത്തികമായിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാ സ്ഥലത്തേക്കും പോകാനുള്ള സൗകര്യമോ അതിനുള്ള ചുറ്റുപാടുകളൊന്നും ഉണ്ടാവാൻ വഴിയില്ലല്ലോ. അപ്പോൾ പലപ്പോഴും നമ്മൾ യാത്രകൾ അല്ലെങ്കിൽ ലോകം അറിയുന്നത് ഇത്തരം പുസ്തകങ്ങളിലൂടെയാണ്. വൈശാഖൻ പറഞ്ഞു, ഈ യൂറോപ്യൻ സ്വപ്നം എന്ന പുസ്തകം ഒരു ഗൈഡ് പോലെ ഉപകരിക്കും എന്ന്. അത് വളരെ സത്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റുവാങ്ങിയ ദേവലോകത്തേക്കുള്ള ആ തീർത്ഥയാത്ര എന്നുള്ള പുസ്തകം 2018 സംഭവിച്ചത്. അന്ന് ഞാൻ വളരെ ശ്രദ്ധാപൂർവം സന്തോഷപൂർവ്വം വായിച്ചിട്ടുള്ള പുസ്തകമാണത്. 2018 അത് വായിച്ചതിന് ശേഷം ഞാൻ വിഷ്ണുവിനെ വിവരം അറിയിക്കുകയും ചെയ്തു. എനിക്ക് പുസ്തകം വളരെ ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. കാരണം ഇതുപോലെ തന്നെ വളരെ ലളിതമായിട്ടുള്ള ഭാഷ, നമുക്ക് ഒപ്പം യാത്ര ചെയ്യാൻ നമ്മളെ കൂടെ കൊണ്ടുപോകുന്ന ഒരു തരം ശൈലിയാണ് വിഷ്ണുവിൻ്റേത്. ഈ 2018 വായിച്ച ഈ പുസ്തകം എനിക്ക് ഉപകാരപ്രദമായത് 2022 ഞാൻ വളരെ കാലമായിട്ട് ഈ പറഞ്ഞ പോലെയാണ്, ഒരു 30 വയസ്സിന് ശേഷം ഞാൻ എല്ലാ വർഷവും ആഗ്രഹിക്കുന്നതാണ് ഹിമാലയത്തിൽ പോകണം എന്നുള്ളത്.
ഭക്തിയുടെ ചുറ്റുപാട് വെച്ചിട്ടല്ല, എനിക്ക് ഹിമാലയം കാണാനുള്ള വലിയൊരു ആഗ്രഹം. എല്ലാ വർഷവും വിചാരിക്കും ഈ വർഷം പോകുന്നു, അങ്ങനെ നടക്കില്ല. കുറേയൊക്കെ എൻ്റെ മടിയും കാരണമായിരിക്കാം, പറ്റിയൊരു കൂട്ട് കിട്ടണം, ഇതൊന്നും നടക്കാറില്ല. അവസാനം അത് സംഭവിച്ചത് 2022 2022 എല്ലാം തീരുമാനിച്ചപ്പോൾ തന്നെ ഞാൻ വീണ്ടും എടുത്ത് വായിച്ച ഈ പുസ്തകമാണ് നമ്മുടെ ദേവലോകത്തേക്ക് ഒരു തീർത്ഥയാത്ര. അപ്പോൾ ഈ ചാർധാമിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഗംഗോത്രിയിലും യമുനോത്രിയിലും കേദാറിലും ബദ്രിയിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള പുസ്തകമാണ് ദേവലോകത്തേക്ക് ഒരു തീർത്ഥയാത്ര. അതിന് മുമ്പ് ഹിമാലയത്തിനെക്കുറിച്ച് ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും രാജൻ കാക്കനാട് ഹിമാലയത്തിൻ്റെ മുകളിൽ തട്ടുന്നത് ഏറ്റവും ഉദാത്തമായിട്ടുള്ള പുസ്തകമാണ്. ആ ഇനത്തിൽ അങ്ങനെ ഒരു പുസ്തകം പിന്നെ മലയാളത്തിൽ വന്നിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അത് നമുക്കൊന്നും അങ്ങനെ യാത്ര ചെയ്യാനും പറ്റില്ല, കാരണം ഒന്നും പ്ലാൻ ചെയ്യാണ്ടാണ് ആളുടെ യാത്ര. ഒരു സാഹസിക യാത്ര തന്നെയാണ്. കയ്യിലാകെ 150 രൂപ വെച്ചിട്ടാണ് ആൾ നടക്കുകയാണ്, മിക്കവാറും എല്ലാം നടക്കുകയാണ്. അതിനിടയ്ക്ക് അദ്ദേഹം നേടുന്ന പ്രതിസന്ധികൾ, ഒരു സമയത്ത് അദ്ദേഹം മരിച്ചുപോയെന്ന് തോന്നുന്ന ചില സന്ദർഭങ്ങൾ നമ്മളെ വല്ലാണ്ട് കിടിലം കൊള്ളിക്കുന്നൊരു പുസ്തകമാണ്. അത്തരം യാത്രകളായി, പ്രത്യേകിച്ച് ഹിമാലയൻ സാഹിത്യം തന്നെ വലിയൊരു സെക്ഷൻ തന്നെയുണ്ട് മലയാളത്തിൽ. ഹിമാലയത്തിനെക്കുറിച്ച് ഒരുപാട് പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ വായിക്കാറുണ്ട്. നേരിട്ട് കാണാൻ സംഭവിച്ചത് 2 വർഷം മുമ്പാണ്. അതിന് വളരെ ഉപകാരമായി വിഷ്ണുവിൻ്റെ ദേവലോകത്തേക്കുള്ള തീർത്ഥയാത്ര എന്നുള്ള പുസ്തകമാണ് ഞാൻ എന്ന കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് ഈ യൂറോപ്യൻ സ്വപ്നം എന്നുള്ള പുസ്തകം ഇതും എനിക്ക് ഉപകാരപ്രദമാകും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാനിരിക്കുന്നത്. അടുത്ത വർഷം മിക്കവാറും ഇതേപോലെ തന്നെ യാത്ര നടത്താനുള്ള കാര്യങ്ങളൊക്കെ രൂപപ്പെട്ടു വരുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിലേക്ക് എനിക്ക് ഈ പുസ്തകം വളരെ ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് വിഷ്ണുവിനെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. നന്ദി ശ്രീ അഷ്ടമൂർത്തി സാർ. വിഷ്ണു നമ്പൂതിരി സാറിൻ്റെ 2ാമത്തെ പുസ്തകമായ ചരിത്രത്താളുകളിലേക്ക് ഒരു യാത്ര, ഈ പുസ്തകത്തിൻ്റെ പ്രകാശനമാണിപ്പോൾ. അത് നിർവഹിക്കുന്നത് ശ്രീ MG രാധാകൃഷ്ണൻ സാറാണ്. അത് ഏറ്റുവാങ്ങുന്നത് ശ്രീരാമൻ തൃക്കഴിപ്പുറം. അദ്ദേഹത്തെയും വേദിയിലെല്ലാവരെയും ഈ ചടങ്ങിലേക്കായി സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ ഹരി കുന്നം വരച്ചിട്ടുള്ള ഒരു ചിത്രം ഇപ്പോൾ ഈ വേദിയിൽ വെച്ച് ശ്രീ MG രാധാകൃഷ്ണൻ സാറിന് സമ്മാനിക്കുകയാണ്. ശ്രീ വിഷ്ണു നമ്പൂതിരി സാർ. ഇപ്പോൾ ഈ വേദിയിൽ വെച്ച് ചരിത്രത്താളുകളിലേക്ക് ഒരു യാത്ര എന്ന പുസ്തകം സ്വീകരിച്ച് ശ്രീരാമൻ തൃക്കഴിപ്പുറം ഒരേ സമയം എഞ്ചിനീയറായും കവിയായും അക്ഷരശ്ലോക വിദഗ്ധനായും ബഹുഭാഷാ പണ്ഡിതനായും ഏറെ പ്രസിദ്ധനാണ് അദ്ദേഹം. അദ്ദേഹത്തെ പ്രഭാഷണത്തിനായി സാദരം ക്ഷണിക്കുകയാണ്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കുന്നം ശങ്കരൻ നമ്പൂതിരി മാഷ് എനിക്ക് നേരിട്ട് പരിചയമില്ല. അദ്ദേഹത്തിൻ്റെ മുഖാമുഖം എന്നുള്ള പുസ്തകം വിഷ്ണു തന്നത് ഞാൻ ഒരു തവണ മുഴുവൻ വായിച്ചു, രണ്ടാമത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ എനിക്ക് പരിചയമില്ലെങ്കിലും ബ്രഹ്മസമ്മടത്തിൽ ഞാൻ 2 കൊല്ലം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ബ്രഹ്മസമ്മടത്തിന് ബാക്ക്ഗ്രൗണ്ടായും കൊണ്ട് എഴുതിയ നോവലാവ് കാരണം അത് വളരെ താല്പര്യത്തോടു കൂടി ഞാൻ വായിച്ചതാണ്. നേരിട്ട് പരിചയമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ശ്രീ കുന്നം വിഷ്ണു ഞങ്ങൾ 70കളുടെ ആദ്യം മുതലൊക്കെ ബോംബെയിൽ വെച്ച് പരിചയമാണ്. പിന്നെ ഞങ്ങൾ 2 പേരും ജോലി അവിടെ തന്നെയായിരുന്നു. 2010 ശേഷം 20 ശേഷം വിഷ്ണു നാട്ടിലേക്ക് വന്നു. ഞാൻ 22 വന്നു. നാട്ടിൽ വന്ന് ഞങ്ങളും ഒരേ സ്ഥലത്ത് പിന്നെ പാലാഴിയിൽ അടുത്തടുത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ മോർണിംഗ് വാക്കും ഈവനിങ് വാക്കും ഒക്കെ ഞങ്ങളുടെ എന്നും കണ്ടുമുട്ടുന്ന ആളാണ്. അദ്ദേഹത്തെ എനിക്ക് പരിചയം ഉള്ള ഒരു ചിരിച്ചും കൊണ്ട് വർത്തമാനം പറയുന്ന ഒരാൾ, വളരെ ഹസ്മുഖ് എന്ന് പറയില്ലേ, ചിരിച്ചും കൊണ്ട് സംസാരിക്കുക. പിന്നെ ആധികാരികമായിട്ട് പ്രാസംഗികൻ, വാഗ്മി എന്നുള്ള നിലയ്ക്കും സംഘാടകൻ എന്നുള്ള നിലയ്ക്ക്, പിന്നെ ബോംബെ യോഗക്ഷേമ സഭ, കലാക്ഷേത്രം മുതലായ പ്രസിഡൻ്റ് സ്ഥാനത്ത്, അങ്ങനെ പല കാര്യങ്ങളിലും പണ്ട് മുതൽക്കേ അദ്ദേഹത്തിന് പരിചയമുണ്ട്. ഈ ഔദ്യോഗിക
തിരക്കുകൾ കാരണം യാത്രകൾ അധികം ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല. അത് റിട്ടയർ കഴിഞ്ഞതിന് ശേഷമാണ് അധികം തുടങ്ങിയത്. എന്തായാലും അതിന് മുമ്പ് തന്നെ ലേഖനങ്ങൾ എഴുതലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ യാത്രാവിവരണം പുസ്തകം ആദ്യത്തെ 2 ഈ പറഞ്ഞവരെ ഞാൻ വായിച്ചതാണ്. ഈ യാത്ര പണ്ട് അങ്ങനെ ദേശികൻ എന്ന് പറയണമെങ്കിൽ ദേശങ്ങൾ കണ്ട ആൾ, അന്യദേശങ്ങൾ കണ്ട ആൾ, അത് ഗുരു എന്നുള്ള അർത്ഥത്തിലാണ് ദേശികൻ എന്ന് ഉപയോഗിക്കുക. വഴികാട്ടി എന്നൊക്കെ വരും. അപ്പോൾ ദേശികൻ എന്താ വെച്ചാൽ അല്ലെങ്കിൽ അവനവൻ്റെ നാട്ടിൽ നിന്ന് പോവാത്ത കൂപമണ്ഡൂകങ്ങൾ എന്ന് പറയില്ലേ, അതുപോലെ അവനവൻ്റെ പരിധിക്കുള്ളിൽ നിന്ന് പുറത്ത് പോവാത്ത ആൾക്കാരാവും. അപ്പോൾ മറ്റ് രാജ്യങ്ങളെ അവിടുത്തെ ഭാഷ, അവിടുത്തെ ഭക്ഷണ രീതി, വസ്ത്രധാരണം, ക്ലൈമറ്റ് ഇതൊക്കെ അറിഞ്ഞ് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അത് കാരണമാണ് ദേശികൻ എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ പലപ്പോഴും യാത്രാകമ്പം പലർക്കും ഉണ്ടാവും. കുന്നം വിഷ്ണുവിനുണ്ട കമ്പം, പലർക്കും കമ്പുള്ളവരുണ്ടാവും. പക്ഷേ അതിനുള്ള ആയുരാരോഗ്യ സൗഖ്യം അത് വേണം, പിന്നെ സാമ്പത്തികം വേണം. ഇതുള്ള ആൾക്കാരും ഉണ്ടാവും, പക്ഷേ സംഗതിവശാൽ നടക്കാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇതൊക്കെ തികഞ്ഞിട്ട് യാത്ര പോയ ആൾക്കാരുണ്ടാവും. അതിൽ നിന്ന് ചെറിയൊരു ശതമാനമാണ് അത് എഴുതി വയ്ക്കുള്ളൂ, എവിടെയൊക്കെ പോയി എന്തൊക്കെയാണ് വിവരം എന്നുള്ളത്. ഇടയ്ക്ക് ഡയറിയിൽ എഴുതി വയ്ക്കും, പിന്നെ അത് പുസ്തകമാക്കലൊക്കെ അമാന്താവും. അല്ലെങ്കിൽ ചിലവർ കുറച്ച് യാത്ര ചെയ്ത ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കും, അവിടെ ചില്ലിട്ട് വയ്ക്കും. അതല്ലെങ്കിൽ ഉള്ള സ്മരണിക എന്ന് പറഞ്ഞിട്ട് അത് മാഗ്നറ്റിക് ഇതാവും, ഫ്രിഡ്ജിമ്പിൽ കൊണ്ട് ഒട്ടിച്ച് വയ്ക്കും. അപ്പോൾ അത് കാണുമ്പോൾ അവിടെ പോയിരുന്നു എന്ന് ഓർമ്മ വരും, അല്ലാതെ വേറൊന്നും ചെയ്യില്ല. കുന്നം വിഷ്ണു അങ്ങനെയല്ല. അദ്ദേഹം യാത്ര ചെയ്ത് ഇതൊക്കെ പുസ്തകരൂപത്തിലാക്കി. പുസ്തകരൂപത്തിലാക്കിയാലത്തെ ഗുണം എന്താ വെച്ചാൽ വെറുതെ പറയാവുമ്പോൾ ചിലതൊക്കെ മിസ്സായി എന്ന് വരാം, ചിലതൊക്കെ മാറിപ്പോയി മറന്നുപോയി എന്നൊക്കെ വരാം. പുസ്തക രൂപത്തിലാവുമ്പോൾ എഡിറ്റ് ചെയ്ത് വീണ്ടും ആലോചിച്ച മനനം ചെയ്തൊക്കെ എഴുതിയതാവുക കാരണം കുറച്ച് റിസർച്ചും വേണ്ടി വരും ചിലപ്പോൾ. അങ്ങനെ എഴുതിയതാവുക കാരണം അത് ഒരു അക്ഷരം ആണല്ലോ, ക്ഷരമില്ലാത്തത്, നാശമില്ലാത്തതാണ്. ഒരു പുസ്തക രൂപത്തിലാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി അതൊരു ഗൈഡായിട്ട് തന്നെ ആൾക്കാർക്ക് ഉപയോഗിക്കാം. അതിനുള്ള അവസരം കിട്ടാത്ത അല്ലെങ്കിൽ സാഹചര്യം ഒക്കാത്ത സാമ്പത്തികം ഇല്ലാത്ത ആൾക്കാർ, മോഹമുള്ളവരുണ്ടാവും യാത്ര ചെയ്യാൻ. അവർക്കൊക്കെ ഇത്തരം പുസ്തകങ്ങൾ ഉപകാരപ്രദമാവും. വിനോദയാത്ര അല്ലെങ്കിൽ വിനോദസഞ്ചാരം നമ്മൾ പറയാൻ വെച്ചാലും വിനോദം മാത്രമല്ല അതിലുള്ളത്, വിജ്ഞാനം കൂടിയുണ്ട്. അവിടുത്തെ വിവരങ്ങളെ കൂടുതൽ അറിയാൻ. അപ്പോൾ അത് യാത്രാ വിവരണത്തിൽ അതും കൂടിയും ചേർത്ത് കഴിഞ്ഞാൽ അത് നാട്ടുകാർക്ക്, വായനക്കാർക്ക് ഉപകാരപ്രദമാവും. അപ്പോൾ ഈ നല്ല യാത്രാവിവരണക്കാരൻ പറഞ്ഞാൽ ആ യാത്രാവിവരണം എഴുതിയ ആൾ വായനക്കാരനെ ഒപ്പം കൂട്ടിക്കൊണ്ടുപോകണം പോലെ നമുക്ക് പ്രത്യക്ഷത്തിൽ അവിടെ പോയി നടക്കുകയാണെന്ന് നമുക്ക് തോന്നത്തക്ക വിധത്തിൽ എഴുതാൻ കഴിവുള്ള കൂട്ടത്തിൽ വിഷ്ണുവിൻ്റെ പേരും ഉണ്ട് എന്ന് പറയാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇതുപോലെ വീണ്ടും ഭാവിയിലും അദ്ദേഹം ധാരാളം യാത്രകൾ ചെയ്യട്ടെ. അതിനു വേണ്ടിയുള്ള ആയുരാരോഗ്യ സൗഖ്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ എന്നും, അത് പുസ്തകം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വായിക്കാൻ നമുക്കും ഭാഗ്യവും ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാവട്ടെ. എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീരാമൻ തൃക്കഴിപ്പുറം. അടുത്തതായി പുസ്തക പരിചയമാണ്. ജനസമ്മതനായൊരു സർക്കാർ ഉദ്യോഗസ്ഥനായി വിരമിച്ച് സജീവമായ പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയ മാതൃക വ്യക്തിത്വം. പുസ്തക പരിചയത്തിനായി അദ്ദേഹത്തെ ശ്രീവാസുദേവൻ മേഴത്തൂരിനെ സാദരം ക്ഷണിക്കുകയാണ്. അധ്യക്ഷവേദിയിലെ മഹത് വ്യക്തികളെ, സദസ്സിൽ കേരളത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ യഥാർത്ഥത്തിൽ വല്ലാത്തൊരു കൺഫ്യൂഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വിഷ്ണുവേട്ടൻ ഇതിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് ആദ്യം പറഞ്ഞത് 23-ാം തീയതി ഒരു പരിപാടി ഉണ്ട്, താൻ ഉണ്ടാവണമെന്ന് പറഞ്ഞു. ഞാനുണ്ടാവാമെന്നും ഏറ്റു. പിന്നീടാണ്
എനിക്ക് സ്റ്റേജിൽ ഒരു ചെറിയ കാര്യം ചെയ്യണം എന്നൊരു ഉത്തരവാദിത്തം എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞത് പുസ്തക പരിചയം, ഞാൻ ഒന്നാമത് കൂടുതൽ പ്രസംഗിച്ച് പരിചയമില്ല, പിന്നെ സദസ്സിൽ ഇരിക്കാനാണ് എനിക്കിഷ്ടം. ഒരു നല്ല പരിപാടിക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക എന്നായിരുന്നു എൻ്റെ ഉദ്ദേശം. പക്ഷേ പുസ്തക പരിചയം ചെയ്യണം, താൻ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഇത് ഏറ്റെടുക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പ്രൗഢഗംഭീരമായ, മനോഹരമായ, വിജ്ഞാനപ്രദമായ, സരസമായ രീതിയിലെല്ലാം കഴിവുറ്റ കുറേ പ്രഭാഷണങ്ങൾ നടത്തി കഴിഞ്ഞിട്ട് ഇനി പ്രസംഗിക്കാനറിയാത്ത പരിമിത വിഭവനായ ഞാൻ എന്തു പറയണം എന്ന് അറിയാത്ത ഒരവസ്ഥ ഇപ്പോഴുണ്ട്. അതേസമയം എൻ്റെ ജോലി വളരെ ലഘൂകരിക്കപ്പെട്ടു എന്നൊരു സന്തോഷവുമുണ്ട്. ശങ്കരേട്ടനെക്കുറിച്ച്, ഇവർ രണ്ടുപേരും എൻ്റെ ഫസ്റ്റ് കസിൻസാണ് കേട്ടോ, ഈ ശങ്കരേട്ടനും വിഷ്ണുവേട്ടനും. അതുകൊണ്ട് ഞാൻ ശങ്കരേട്ടൻ വിഷ്ണുവേട്ടൻ എന്ന് തന്നെ പറയേണ്ട ആവശ്യമുള്ളൂ. ശങ്കരേട്ടനെയും വിഷ്ണുവേട്ടനെയും കുറിച്ച് ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെട്ട 2 പുസ്തകങ്ങളെക്കുറിച്ച് എല്ലാം വളരെ വിശദമായി തന്നെ ഈ പ്രാസംഗികർ വളരെ ഭംഗിയായി, പിന്നെ ഒരുവിധം എല്ലാ അതിലെ വിവരങ്ങളും അല്ലെങ്കിൽ പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞ ഒരവസ്ഥ ഉള്ളതുകൊണ്ട് എൻ്റെ ജോലി ലഘൂകരിക്കപ്പെടുകയും ചെയ്തു എന്നൊരാശ്വാസവുമുണ്ട്. എന്തായാലും സമയം വൈകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വളരെ ചുരുക്കം വാചകങ്ങളിൽ എന്നെ ഏൽപ്പിച്ച കാര്യം അവസാനിപ്പിക്കാൻ ശ്രമിക്കാം. അതേസമയം മറ്റൊന്ന് പറയാനുള്ളത്, ഇവിടെ ഇത്തരമൊരു വേദിയിൽ ഇവിടെ ഉണ്ടാവാൻ കഴിഞ്ഞു എന്നത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. ഇവിടെ മലയാളത്തിലെ തന്നെ തലമുതിർന്ന 2 കഥാകൃത്തുകൾ, അവരുടെ പുസ്തകങ്ങൾ കളക്ഷനൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന 2 കഥാകാരന്മാർ വൈശാഖം മാഷും ഹർഷമൂർത്തിയും, പിന്നെ വിവിധ രംഗങ്ങളിലുള്ള മറ്റേ ആര്യൻ മാഷ് എൻ്റെ നാട്ടുകാരനാണ്. ഞങ്ങൾ കുറേ പല തരത്തിലും ബന്ധമുള്ളവരാണ്. സാഹിത്യത്തിൽ പഴയ രീതിയിൽ നിന്നും തുടങ്ങി പല പുതിയ രീതികളിലൂടെയും ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നൊരു വ്യക്തിയാണ്. പിന്നെ രാമേട്ടനെ ഞാൻ അടുത്താണ് പരിചയപ്പെട്ടത്. പിന്നെ ശ്രീ MG രാധാകൃഷ്ണൻ, അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. പിന്നെ ഇന്നിവിടെ അദ്ദേഹം ഇങ്ങനെയുള്ള മഹത് വ്യക്തികളുള്ള ഈ ഒരു വേദിയിൽ ഉണ്ടാവാൻ കഴിഞ്ഞു എന്നത് വളരെ വലിയൊരു സൗഭാഗ്യമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുകയാണ്. ഇവരുടെ ഈ ശങ്കരേട്ടൻ്റെയും വിഷ്ണുവേട്ടൻ്റെയും എല്ലാം പ്രത്യേകത കൊണ്ട്, ഇപ്പോൾ ശങ്കരേട്ടൻ അവസാനം പ്രവർത്തിച്ച മേഖല എന്നത് സാഹിത്യം, അദ്ദേഹം ആദ്യം മുതൽ തന്നെ അക്ഷരവും പുസ്തകങ്ങളുമായി, ഞാൻ ഒരു 90കളിലാണ് ഇവരുമായിട്ട് ഈ അമ്മാത്തുമായിട്ട് അധികം ബന്ധപ്പെടുന്നത്. എനിക്ക് ജോലി കിട്ടി, ചാലിശ്ശേരി പഞ്ചായത്തിൽ ജോലി കിട്ടി. അങ്ങനെയാണ് ഇടയ്ക്കെല്ലാം അമ്മാത്ത് പോയിട്ട് ഊണ് കഴിച്ച് പോരും ഉച്ചയ്ക്ക്. അപ്പോൾ ചില ഒഴിവ് ദിവസങ്ങളിലൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഈ ശങ്കരേട്ടനെ കുറിച്ചിട്ടുള്ള ഓർമ്മ എന്ന് പറയുന്നത്, അദ്ദേഹം ആ പഴയ ഇല്ലത്ത്, ആ 4 കെട്ടിൽ അതിൻ്റെ പുറത്തുള്ള ഒരു പൂമുഖത്ത് പടിയുടെ മുകളിൽ ന്യൂസ് പേപ്പർ ഉണ്ടാവും, കുറേ അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകം ഉണ്ടാവും, പിന്നെ ധാരാളം സിഗരറ്റ് പാക്കറ്റുകളുണ്ടാവും. ധാരാളം സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന, ഈ സിഗരറ്റ് വലിക്കലും ഒപ്പം എഴുത്തും വായനയും തന്നെയാണ് അന്ന്. അങ്ങനെയാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ രൂപം പെട്ടെന്ന് മനസ്സിൽ വരുന്നത്. എന്തായാലും അദ്ദേഹത്തെക്കുറിച്ചുള്ള പറയാനുള്ള മിക്കവാറും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഒരുപക്ഷെ അത്ര തന്നെ ശ്രദ്ധിക്കപ്പെടാത്ത മറ്റൊന്ന് 2 ചെറിയ സൂചനകൾ മാത്രമേ എനിക്ക് നൽകാനുള്ളൂ. താൻ ജീവിച്ച ഒരു ചെറുതെങ്കിലും ആ ഒരു ജീവിത പരിസരത്ത് വലിയ ഊർജം
പ്രദാനം ചെയ്തിരുന്ന, വെളിച്ചം നൽകിയിരുന്ന ഒരാളായിട്ടാണ് ശങ്കരേട്ടൻ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് വിഷ്ണുവേട്ടനുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ചില വിവരങ്ങൾ, അദ്ദേഹം ബ്രഹ്മസ്വം മഠത്തിൽ വേദപഠനം, ഇത് ചിലതെല്ലാം പറഞ്ഞു പോയ കാര്യങ്ങളാണ് കേട്ടോ. വേദ പഠനത്തിലെ ഒരു ഡിഗ്രി എടുക്കുന്നത് വരെ അവിടെ ആയിരുന്നു. അന്ന് മുതൽ ലൈബ്രറിയുടെ ചുമതല അദ്ദേഹത്തിനുണ്ടായിരുന്നു അവിടുത്തെ. തുടർന്ന് അവസാനം വരെയും അദ്ദേഹം ഈ ലൈബ്രറിയുടെ ചുമതല, അല്ലെങ്കിൽ ലൈബ്രറിയനായിട്ട് പിന്നീട് യോഗക്ഷേമ മുതൽ അങ്ങനെ പല ഈ പുസ്തകങ്ങളുമായി ഒരു നിരന്തരമായ ഇടപെടൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അങ്ങനെ അക്ഷരങ്ങളും പുസ്തകങ്ങളുമായി നിരന്തര സമ്പർക്കം കൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ച കുറേ ഉൾക്കാഴ്ചകൾ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ, ശ്രീ ആലങ്കോട് പറഞ്ഞ പോലെ തന്നെ വിവേകാനന്ദ സാഹിത്യം അല്ലെങ്കിൽ വിവേകാനന്ദൻ്റെ തത്വങ്ങൾ അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചിരുന്നു. അപ്പോൾ ഈ തരത്തിൽ ഈ അക്ഷരത്തിൽ നിന്നും പുസ്തകത്തിൽ നിന്നും കിട്ടിയ വെളിച്ചത്തെ തൻ്റെ ചുറ്റുപാടുമുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞു എന്നതാണ് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം. അതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്ന് പറയുന്ന സാന്ത്വന പരിചരണം എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ നമ്മുടെ വീടുകളിൽ പണ്ട് ചെയ്തിരുന്ന അതിനുള്ള സാധ്യതകൾ ഇല്ലാതായതാണ് ഇതിന് കൂടുതൽ ആവശ്യകത സമൂഹത്തിൽ വരാൻ കാരണം. എന്തായാലും ഈ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട്, അതായത് ഇന്നും സമൂഹത്തിലെ ഒരു പക്ഷേ ശരിയല്ലായ്മകളോടൊക്കെ വളരെ ശക്തമായി പ്രതികരിച്ചിരുന്ന ആളാണ്. ഞാൻ ചുരുക്കമാണ്. എന്തായാലും ശങ്കരേട്ടൻ അദ്ദേഹത്തിൻ്റെ തീർത്ഥ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ എൻ്റെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ അടുത്ത കാര്യത്തിലേക്ക് കടക്കുകയാണ്. വിഷ്ണുവേട്ടനെ പരിചയപ്പെടുത്തുക എന്നത് എനിക്ക് തോന്നുന്നു ഇവിടെ അദ്ദേഹം ഒരു പുതിയ ആളാണ് എന്ന് പറയാം തൃശ്ശൂരിനെ സംബന്ധിച്ച്, ഒരുപക്ഷെ കേരളത്തിനെ സംബന്ധിച്ച്. കാരണം 64 ഇവിടുന്ന് SLC കഴിഞ്ഞ് അന്നത്തെ ടൈപ്പ് റൈറ്റിങ്ങും ഷോർട്ട് ഹാൻഡും എടുത്ത് ജോലി അന്വേഷിച്ച് ബോംബെക്ക് വണ്ടി കയറിയ ആളാണ് അദ്ദേഹം. 67 അതിനുശേഷം ഈ അടുത്ത കാലം വരെയും ബോംബെയിൽ ആദ്യം അവിടെ എത്തിയപ്പോൾ ചെറിയ പ്രൈവറ്റ് ജോലി, കമ്പനിയിൽ ജോലി, അതോടൊപ്പം വിദ്യാഭ്യാസം പ്രീ ഡിഗ്രി, BCom, PG, LLB. ഒരുപക്ഷെ പലർക്കും അറിയണ്ടാവില്ല, LLB എടുത്ത ആളാണത്, MBA. അപ്പോൾ ഇതെല്ലാം ഇത്രയും ഡിഗ്രികൾ അദ്ദേഹം സമ്പാദിച്ചെന്ന് പറഞ്ഞാൽ അത് വളരെ തിരക്കിട്ട ജോലികൾക്കിടയിലാണ്. അപ്പോൾ ഈ ശങ്കരേട്ടൻ്റെ കാര്യം പറഞ്ഞ പോലെ മറ്റൊരു തരത്തിൽ വിദ്യാഭ്യാസത്തിനോടുള്ള ഒരു വല്ലാത്ത ഒരു ആവേശം, വിദ്യ നേടുക, അറിവ് നേടുക എന്നത്, അത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ജോലിയുമായി ബന്ധപ്പെട്ട ഒന്നുമല്ല, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതയാണ്. അങ്ങനെ നിരന്തരമായ കർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക എന്ന അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇത്രയും ഡിഗ്രികൾ സമ്പാദിച്ചു. ഇതോടൊപ്പം തന്നെ അവിടെ ഈ കഥകളി, മലയാള കലകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി, നൃത്തമൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ പേർക്ക് അറിയാം. ഇവിടെ ബോംബെയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിനെ അറിയുന്നവർക്കെല്ലാം അറിയാം. ഞാൻ കുറച്ച് പേരല്ലാത്തത് ഇവിടെ ഉണ്ട് എന്നുകൊണ്ട് മാത്രം ജസ്റ്റ് സൂചിപ്പിക്കുകയാണ്. കലാക്ഷേത്ര എന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ഫൗണ്ടർ കൂടിയാണ് അദ്ദേഹം. നിരവധി കാലം 35 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ, ഇപ്പോൾ കഥകളിയുടെയൊക്കെ ഒരു അതോറിറ്റിയാണ്, അത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും, ഗോപിയാശാന് ആയിട്ട്. അതുപോലെ അത്തരം കാര്യങ്ങൾ മട്ടന്നൂർ ഒക്കെ ആയിട്ടുള്ള ബന്ധം, അത്രയും അടുത്ത ബന്ധമുള്ള ഒരാളാണ്. മാത്രമല്ല അതും ഒരു പഠനത്തിൻ്റെ അംശം അതിൽ നിൽക്കുന്നുണ്ട്. കഥകളി കാണുക എന്ന് പറഞ്ഞ ഒരു പഠനത്തിനുള്ളൊരു ഇത് കൂടി അതിൽ ഉണ്ടല്ലോ. അപ്പോൾ ആ തരത്തിൽ ഏത് മേഖലയിൽ ഏർപ്പെടുമ്പോഴും, അതുപോലെ ഇതിൻ്റെ എല്ലാം സംഘാടനത്തിൽ ഏറ്റവും മുന്നിൽ നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുകയും നടത്തുകയും ചെയ്തിരുന്ന ആളാണ് വിഷ്ണു.
അതിനുശേഷം റിട്ടയർ ചെയ്തതിനു ശേഷം ആണ് യാത്രാവിവരണങ്ങൾ, കാര്യമായി യാത്രകൾ നടത്തുകയും അതിനെക്കുറിച്ച് എഴുതുകയും ചെയ്യുക എന്ന ഒരു പ്രവൃത്തിയിലേക്ക്, ഒരു കർമ്മപഥത്തിലേക്ക് അദ്ദേഹം നീങ്ങുന്നത്. പുസ്തകങ്ങളെക്കുറിച്ച് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ട 2 പുസ്തകങ്ങളിലൊന്ന് ഒരു യൂറോപ്യൻ സ്വപ്നം എന്നതിനെക്കുറിച്ച് ഇവിടെ അവതാരികയിൽ പറയുന്നുണ്ട് വൈശാഖ മാഷ്. പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ശ്രീ എം ജി രാധാകൃഷ്ണൻ അദ്ദേഹവും വളരെ ബ്രീഫായിട്ട് എല്ലാ കാര്യങ്ങളും അതിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ ഇവർ സൂചിപ്പിക്കാത്ത 1-2 പോയിൻ്റുകൾ മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത പുസ്തകത്തിലേക്കും കടക്കാം. അദ്ദേഹത്തിൻ്റെ എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള തോന്നിയിട്ടുള്ള 1-2 കാര്യങ്ങൾ. വളരെ ഋജുവായ ഭാഷയാണ്, ഒട്ടും ജടിലതയില്ല, വളരെ സുഖമായിട്ട് വായിച്ചു പോകാൻ കഴിയുന്നതാണ്. വളച്ചുകെട്ടുകളില്ല, ജാടകളില്ല, ജടിലതകളില്ല. നമുക്ക് വായിക്കുമ്പോൾ മുന്നോട്ട് പോകാനുള്ള നേരത്തെ ഇറങ്ങിയ 2 പുസ്തകങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ എനിക്ക് യൂറോപ്യൻ യാത്രയിലേക്ക് അത് വളരെ പ്രകടമായ രീതിയിൽ അതിൻ്റെ ഒരു സുഖം അനുഭവപ്പെട്ടു. നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന വരൂ അടുത്ത കാഴ്ചയിലേക്ക് നമുക്ക് പോകാം എന്ന് പറയുന്ന വളരെ സ്വാഭാവികമായ ഒരു രീതിയിൽ അദ്ദേഹം നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകുക തന്നെയാണ് ഓരോ സ്ഥലങ്ങളിലേക്കും. ഇതിൻ്റെ പേര് തന്നെ ഒരു യൂറോപ്യൻ സ്വപ്നം എന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. നല്ല സ്വപ്നങ്ങൾ കാണാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ പലപ്പോഴും കാണുന്നത്. അപ്പോൾ ഈ യൂറോപ്യൻ യാത്ര എന്നത് പലരുടെയും ഒരു സ്വപ്നമാണ്, എൻ്റെയും സ്വപ്നമാണ് കേട്ടോ. ഞാൻ സാന്ദർഭികമായിട്ട് പറയുകയാണ്, യൂറോപ്പിലൊന്ന് പോകണം എന്ന്. ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എന്തായാലും ഉറപ്പിച്ചു, ഇനി ഉടൻ തന്നെ അതിനുള്ള പരിപാടി നോക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെ വളരെയധികം അത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ യാത്രാ പുസ്തകം എന്ന് പറയുന്നത്, യാത്രാവിവരണം എന്ന് പറയുന്നത് നമുക്ക് അവിടെ പോകാനുള്ള പോയി കാണാനുള്ള ഒരു മോഹം നമ്മിൽ ജനിപ്പിക്കുകയും ചെയ്യുന്നു. ആ രീതിയിൽ വളരെ നല്ല രീതിയിൽ എഴുതപ്പെട്ട ഒരു പുസ്തകം തന്നെയാണ്. പിന്നെ അതിലെ സത്യസന്ധത, യാതൊരു ജാടകളുമില്ല. പിന്നെ പലപ്പോഴും ഈഗോ, ഞാൻ കടന്നു വരും. ഈ പുസ്തകങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് ഇത്തരം പുസ്തകങ്ങളിലെല്ലാം അത് കടന്നു വരും. പക്ഷേ അതിൻ്റെ അതിപ്രസരം ഒട്ടും ഇതിലില്ല. വളരെ വിനയാന്വിതനായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. പിന്നെ പല താരതമ്യങ്ങളുണ്ട്, ട്രാവൽ ഗൈഡായിട്ട് ഉപയോഗിക്കാം. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, എല്ലാം പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. പിന്നെ അദ്ദേഹം ഇതിൽ പറഞ്ഞ പിന്നെ മറ്റൊന്ന്, ഒരു ശിശുസഹജമായ ഒരു ഉദ്വേഗം. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അദ്ദേഹം പറയുന്നുണ്ട്, മലയാളികൾ പൊതുവെ കുറേ നിരീക്ഷണങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ. അതിൽ മലയാളികൾ വലിയ മസിൽ പിടുത്തക്കാരാണ്, ചിരിക്കാൻ ഭയങ്കര മടിയുള്ളവരാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ വിഷ്ണുവേട്ടനെ കണ്ടു പഠിക്കണം, വിഷ്ണുവേട്ടൻ്റെ ഈ അനുഭവങ്ങളിലൂടെ പഠിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹം ഞാൻ നിരീക്ഷണങ്ങളായിട്ട് എന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. പലതുമുണ്ട് അതിൽ, രസകരമായ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിൽ മറ്റൊരു പ്രത്യേകത, ഇപ്പോൾ ട്രാവൽ ഗൈഡായിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. യൂറോപ്യൻ യാത്രയിൽ ആദ്യം തന്നെ നമ്മൾ പോകുന്നത് ലണ്ടനിലേക്കാണ്. ഈ ബ്രിട്ടീഷുകാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലണ്ടുമായിട്ട് UK ആയിട്ട് അവർ ഇവിടെ നമ്മളെ ഭരിച്ച ആൾക്കാർ എന്ന രീതിയിൽ നമുക്ക് ഒരു പ്രത്യേക ബന്ധമുണ്ട്. അങ്ങനെ അവിടെ നിന്നും പിന്നെ കപ്പൽ യാത്ര, അടുത്ത നെതർലാൻഡ്സിലേക്ക് കപ്പൽ യാത്രയായിട്ട് പോകുന്നു. അങ്ങനെ ആ ഓരോ സന്ദർഭങ്ങൾ, ഇപ്പോൾ കപ്പൽ യാത്രയെക്കുറിച്ച് വളരെ രസകരമായിട്ട് അദ്ദേഹം, നമുക്കറിയില്ല. ഇപ്പോൾ ഞാനൊക്കെ വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഈ കപ്പൽ യാത്രയെക്കുറിച്ച് നമുക്ക് ഒട്ടും അറിവില്ല. അപ്പോൾ ആ കപ്പലിലെ അറേഞ്ച്മെൻറ്റ്സ്, അങ്ങനെ വളരെ വളരെ സൂക്ഷ്മമായിട്ട് തന്നെ ഓരോ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ മാഡം തുസാഡ്സ് എന്ന് പറയുന്ന ഒരു വാക്സ് മ്യൂസിയം, ബ്ലാക്ക് ക്യാബ് എന്ന കുട്ടി തീവണ്ടി,
ലണ്ടനായി തെംസ് നദിയിലൂടെയുള്ള യാത്ര, ഇതെല്ലാം നമുക്ക് അതിലൂടെ കടന്നു പോകുന്ന ഒരനുഭവം തരുന്നതാണ് തീർച്ചയായിട്ടും. അങ്ങനെ കുറേയുണ്ട്. നമുക്ക് ഒരുപക്ഷെ നമുക്ക് പരിചിതമായി തോന്നുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിൽ. അതാണ് ഈ ലണ്ടനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിനെ കുറിച്ച് നമ്മൾ സാഹിത്യത്തിലൂടെ എല്ലാം പരിചയപ്പെട്ട കുറേ മറ്റു പല ഈ അവരുമായി ബന്ധം കൊണ്ട് ബ്രിട്ടീഷുകാരുമായുള്ള ബന്ധത്തിലൂടെ നമ്മൾ ഇംഗ്ലീഷ് പുസ്തകങ്ങളിലൂടെ എല്ലാം നമുക്ക് പരിചിതമായ കുറേ കാര്യങ്ങളിലുണ്ട്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ അതിൽ താല്പര്യവും തോന്നും. കപ്പൽ യാത്ര നെതർലാൻഡ്സിലെത്തുന്നു. പിന്നെ ഞാനിതിങ്ങനെ ആദ്യം വായിച്ചു പോകുമ്പോൾ ഒരു ഫോട്ടോ കണ്ടു, വെറുതെ പേജ് മറിച്ച് നോക്കുമ്പോൾ. അതിൽ വിഷ്ണുവേട്ടൻ പാർവതിയോപ്പിള എടുത്ത് നിൽക്കുന്ന ഒരു ചിത്രം ഫോട്ടോ കണ്ടു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, അങ്ങനെ ഇങ്ങനെ സംഭവിക്കുമായിരിക്കുമോ, ആയിരിക്കും, യാത്രയുടെ ത്രില്ലിലോട്ട് ഒരു പക്ഷേ അങ്ങനെ ഉണ്ടായിരിക്കുമോ എന്ന് വിചാരിച്ചു. പിന്നെ അതങ്ങനെ വീണ്ടും കടന്നുപോയി. ആ പേജിലെത്തുമ്പോഴാണ് അതെന്താണ് കാര്യം എന്നെനിക്ക് മനസ്സിലായത്. അത് എന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, അത് നിങ്ങൾക്ക് വായിച്ചറിയാൻ വേണ്ടി വിടുകയാണ്. പിന്നെ ബെൽജിയം, നേരത്തെ പറഞ്ഞ പാരീസ് എന്ന സ്വപ്ന നഗരം. രാത്രി അതിനെ വിവരിക്കുന്നത് എന്താ, അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന മദാലസയെ പോലെയാണ് എന്ന് പറയാം. അങ്ങനെയുള്ള കുറേ ഇതുപോലുള്ള അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളോ അല്ലെങ്കിൽ വിവരണങ്ങളോ ഉണ്ട്. അത് രണ്ട് കാര്യങ്ങൾ, സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നതുകൊണ്ടും പിന്നെ ഇത് ഒരുപാട് പറയാൻ കഴിയില്ല എന്നതുകൊണ്ടും ഞാൻ ജസ്റ്റ് ഇതെല്ലാം ഇതിലൂടെ കടന്നു പോവുക മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ ബെൽജിയം, പാരീസ് ഞാൻ പറഞ്ഞല്ലോ, അവിടെ എല്ലാം മ്യൂസിയങ്ങൾ. മറ്റൊരു കാര്യം ഇത് പറഞ്ഞപ്പോഴാണ് ഈ മ്യൂസിയം. വിഷ്ണുവേട്ടൻ പലപ്പോഴും ഈ പുസ്തകത്തിലും അടുത്ത പുസ്തകത്തിലും അദ്ദേഹം ചിത്രകല, ശില്പകല, ഇത് രണ്ടും വരുന്ന സ്ഥലങ്ങളിൽ, അതായത് ശില്പങ്ങളുള്ള അമ്പലങ്ങളാവട്ടെ അല്ലെങ്കിൽ മ്യൂസിയങ്ങളാവട്ടെ, അതുപോലെ ചിത്രങ്ങൾ, വിശ്വപ്രസിദ്ധമായ ചിത്രങ്ങൾ. അതാണ് യൂറോപ്പിൽ അവിടുത്തെ മ്യൂസിയത്തിലൊക്കെ, ബ്രിട്ടീഷ് മ്യൂസിയത്തിലൊക്കെ വളരെ നമുക്കൊന്നും ഒരിക്കലും നേരിൽ കണ്ടാൽ കിട്ടുന്ന ആ അനുഭവം നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ അറിയില്ല. അപ്പോൾ അത് ശരിക്കും ഒരു തൊട്ടറിയുന്ന ഒരനുഭവം കാഴ്ചവെക്കാൻ അല്ലെങ്കിൽ നമ്മളെ അനുഭവിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പോൾ ഈ ശില്പങ്ങളെ കുറിച്ചിട്ട് വിഷ്ണുവിനോട് ഞാൻ ചോദിച്ചു, ഇത്ര വിശദമായിട്ട് എഴുതി കണ്ടപ്പോൾ ഇതിൽ വല്ല പഠനവും നടത്തിയിട്ടുണ്ടോ വിഷ്ണുവിനോട് ചോദിച്ചപ്പോൾ, അങ്ങനെ പഠനമല്ല, പക്ഷേ എനിക്ക് വളരെ താല്പര്യമുള്ള കാര്യമാണ് എന്ന് പറയും. അതെല്ലാം നമുക്ക് പ്രത്യേകിച്ചും ഇതിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് തീർച്ചയായും ഇത് അവർ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് ഇത്. ഇനി ഞാൻ സമയം ഈ പറഞ്ഞ പോലെ എങ്കിലും ചില കാര്യങ്ങളെങ്കിലും പറയേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ വളരെ പെട്ടെന്ന് അടുത്ത പുസ്തകമാണ് അധികം സ്പർശിക്കപ്പെടാത്തൊരു കാര്യമെങ്കിൽ ഞാൻ ഇതിലൂടെ കടന്നു പോവാം. ഇത് രണ്ടാമത്തെ പുസ്തകം എന്ന് പറയട്ടെ, അതായത് ചരിത്രത്തിലേക്കുള്ളൊരു വിനോദയാത്ര എന്ന പുസ്തകം നേരത്തെ പറഞ്ഞതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ഭൂമികയിലൂടെ കടന്നു പോകുന്നതാണ്. അതിൽ വരുന്നത് ഇന്ത്യയിലെ തന്നെ മറ്റ് സ്റ്റേറ്റുകൾ, കർണാടകം, മഹാരാഷ്ട്ര ആണ് പ്രധാനമായിട്ട് അതിൽ വരുന്നത്. പക്ഷേ ഇതിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, യൂറോപ്പിൽ പോകുന്നത് വേറൊരു കാര്യം, പക്ഷേ ഇവിടെ നമ്മുടെ തൊട്ടയൽ സംസ്ഥാനങ്ങളിൽ തന്നെ എന്തെന്ത് ശില്പചാതുരികളെ കൊണ്ട് നമ്മളെ ആകെ നമുക്ക് അത്ഭുതം തോന്നുന്ന, അത്ഭുതസത്തരാക്കുന്ന തരത്തിലുള്ള പല കാഴ്ചകളും നമുക്കായിട്ട് നമ്മളുടെ അടുത്ത സംസ്ഥാനങ്ങളിലുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായിട്ട് ഇദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രബോധത്തിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നത്. ഈ രണ്ടാമത്തെ പുസ്തകം ഇന്ത്യ ചരിത്രത്തിനെ കുറിച്ച് അദ്ദേഹം ഒരു കാര്യം അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്, ഇന്ത്യയുടെ ചരിത്രം കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല.
ഇന്ത്യയുടെ യഥാർത്ഥ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഉള്ളത് തന്നെ വളരെ വികലമാണ്. പക്ഷേ അദ്ദേഹം അതിലൂടെ സഞ്ചരിച്ച് കിട്ടാവുന്ന വിവരങ്ങൾ ശേഖരിച്ച് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം ചരിത്രബോധമുള്ള ഒരു വ്യക്തിയാണ് വിഷ്ണുവേട്ടൻ. അപ്പോൾ ഇതെല്ലാം ഈ കാര്യങ്ങളിൽ താല്പര്യമുള്ളവർക്ക്, പ്രത്യേകിച്ചും ശില്പം, ക്ഷേത്രം, ഇതെല്ലാം ഇത് വളരെ സൂക്ഷ്മമായി ഓരോന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം. അതാണ് ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അതിലെ ക്ഷേത്രത്തിൻ്റെ പല സ്ഥലങ്ങൾ, പല പാർട്സ്, ഓരോന്നിൻ്റെയും പ്രത്യേകത. ഇങ്ങനെ മധ്യപ്രദേശിലാണെങ്കിൽ കൻഹ ടൈഗർ റിസർച്ച് കേന്ദ്രം, അങ്ങനെ വളരെ വ്യത്യസ്തമായ കുറേ, ഒരുവിധം ഈ പോയ സ്ഥലങ്ങളെല്ലാം, ഈ സംസ്ഥാനങ്ങളുടെ എല്ലാം പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട്. ഈ സഞ്ചരിച്ച കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ്, കുറേ ഫാക്ട്സ് ഉണ്ട്, കുറേ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. അങ്ങനെ ഒരു നമുക്ക് ഏതൊരാൾക്കും ഇന്ത്യയെ മനസ്സിലാക്കാൻ ഉതകുന്ന രീതിയിൽ കൂടി ഈ പുസ്തകങ്ങളെ ഉപകരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതുപോലെ ജബൽപൂർ, റാണി ദുർഗാവതി കോട്ട ക്ഷേത്രം, അങ്ങനെ അവിടുത്തെ കുറേ ക്ഷേത്രങ്ങൾ, നർമ്മദാ നദിയിലെ മാർബിൾ പതിച്ച മാർബിൾ കരകളോടുകൂടിയ, അതിനെല്ലാം വളരെ രസകരമായിട്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ട്. വിക്രമാദിത്യൻ, ഉജ്ജയിനി, പിന്നെ മദ്യപാനിയായ മഹാദേവൻ, അങ്ങനെ ചില വ്യത്യസ്തങ്ങളായ ചില അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളുണ്ട്, വിവരണങ്ങളുണ്ട്. മദ്യപാനിയായ മഹാദേവൻ, അവിടുത്തെ വഴിപാട് മദ്യമാണ്, പ്രസാദവും മദ്യമാണ്. വഴിപാടായിട്ട് മദ്യം കൊടുത്തു കഴിഞ്ഞാൽ പ്രസാദമായിട്ട് മദ്യം തിരിച്ചു തരും. ഇത്തരത്തിൽ വളരെ രസകരമായ രീതിയിലുള്ള കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. ഇത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കൺക്ലൂഡ് ചെയ്യുകയാണ്. എന്തായാലും വീണ്ടും അടിവരയിട്ട് പറയാനുള്ള കാര്യം, ഈ രണ്ട് പുസ്തകങ്ങളും രണ്ട് തരത്തിൽ വായനക്കാരന് വളരെ അതിൻ്റെ രീതിയിൽ, ഭാഷയെല്ലാം ഏകദേശം ഒന്ന് തന്നെയാണെങ്കിലും അതിലെ ഉള്ളടക്കം രണ്ട് തരത്തിൽ നമ്മളെ വിസ്മയിപ്പിക്കുന്നതാണ്, സന്തോഷിപ്പിക്കുന്നതാണ്, വിജ്ഞാനപ്രദമാണ്. നമ്മളിൽ ഈ നമുക്കറിയാത്ത, ഒരുപക്ഷെ പോകാൻ കഴിയാത്ത സ്ഥലങ്ങളെക്കുറിച്ച് വളരെ വിശദമായും വളരെ കൃത്യമായും വളരെ മനോഹരമായും രേഖപ്പെടുത്തിയിട്ടുള്ള രണ്ട് പുസ്തകങ്ങളാണെന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. വളരെ ഈടുറ്റ ഒരു വായനാനുഭവം നിങ്ങൾക്ക്, യാത്രാവിവരണം എന്ന രീതിയിൽ വളരെ ഹൃദ്യമായൊരു വായനാനുഭവം ഈ പുസ്തകങ്ങൾ തരും എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും വിഷ്ണുവേട്ടന്, ഈ പറഞ്ഞ പോലെ വിഷ്ണുവേട്ടനും പാർവതിയൊപ്പൾക്കും ഇനിയും ധാരാളം യാത്രകൾ ചെയ്യാനുള്ള അവസരങ്ങളുണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി ശ്രീ വാസുദേവൻ മേഴത്തൂർ. ഈ സമ്മേളനത്തിന് അധ്യക്ഷനില്ല എന്നുള്ളത് ക്ഷണപത്രിക കാണുമ്പോൾ മനസ്സിലാകും. സമയബന്ധിതമായി സംസാരിക്കണമെന്ന് അദ്ദേഹം ഇടപെടുമായിരുന്നു. എന്തായാലും അടുത്ത രണ്ട് മഹത് വ്യക്തികളുടെ ദൃശ്യ ശബ്ദരേഖ കൂടി നമുക്ക് കേൾക്കാം. ആദ്യമായി കഥകളി രംഗത്തെ കുലഗുരു, പച്ചവേഷങ്ങളിലൂടെ കലാസ്വാദികളുടെ ഹൃദയം കവർന്ന അഭിനയ ചക്രവർത്തി, അരങ്ങിലും കളരിയിലും കലാമണ്ഡലം ഭരണത്തിലും അതുല്യമായ വ്യക്തിത്വം പ്രകടമാക്കിയ ആചാര്യൻ, പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശൻ. എനിക്ക് ഏറ്റവും സുപരിചിതനായ ഒരു മഹാനാണ്. ഞാൻ വിളിക്കുന്നത് വിഷ്ണുവേട്ടെന്നാണ്, വിഷ്ണു നമ്പൂതിരിയാണ്. പക്ഷേ ഞാൻ വിളിക്കുന്നത്, ഞാനല്ല, മിക്ക ആൾക്കാരും വിഷ്ണുവേട്ടാന്നാണ് വിളിക്കുക. അപ്പോൾ അങ്ങനെ ഞാനും പരിചയപ്പെട്ട കാലം മുതൽക്കേ വിഷ്ണുവേട്ടാന്നാണ് വിളിക്കുന്നത്. അതായത് ഇപ്പോൾ പറഞ്ഞു കൊണ്ടിരുന്നത് എന്താ വെച്ചാൽ, ഇദ്ദേഹം റിട്ടയേർഡ് ഇൻകം ടാക്സ് ഓഫീസറാണ്. റിട്ടയേർഡ് ഒരു 10-18 കൊല്ലമായിട്ട് റിട്ടയർഡായിരിക്കുന്നു. ഇദ്ദേഹം ബോംബെയിൽ ആണ് വർക്ക് ചെയ്തിരുന്നത്. ബോംബെയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഷൊർണൂർകാരനാണ്.
അദ്ദേഹം അവിടെ നളന്തയിൽ അധ്യാപകനായിട്ട് ചെന്നു. അധ്യാപകനായിട്ട് ചെന്നപ്പോൾ വിഷ്ണുവേട്ടനും ഗോപാലകൃഷ്ണനും കൂടി പരിചയമായി. അതിൻ്റെ ശേഷം അവിടെ കഥകളിക്ക് ഒരു പ്രചാരം വരത്തക്കവണ്ണം ഇവർ രണ്ടുപേരും കൂടി പ്രവർത്തിച്ചു തുടങ്ങിയെന്ന് മാത്രമല്ല, ആ കൾച്ചർ, അതായത് ആ പ്രവർത്തനം കൊണ്ട് അവിടെ ഒരു കഥകളി കമ്പക്കാരെ ഉണ്ടാക്കി തീർക്കാനും അതേമാതിരി തന്നെ വിദ്യാർത്ഥികളെ അനവധി ഉണ്ടാക്കി തീർക്കാനും സാധിച്ചു. ഇതിലിപ്പോൾ പ്രധാനമായിട്ട് കഥകളി പഠിപ്പിക്കുന്നത് ഗോപാലകൃഷ്ണനാണെങ്കിലും അതിൻ്റെ ബാക്കിയുള്ള മറ്റ് ചില കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുന്നത് വിഷ്ണുവേട്ടനാണ്. അല്ല, അങ്ങനെ ഏതായാലും അത് കഥകളിക്കാർക്ക് മാത്രമല്ല, ആസ്വാദകരായി വരുന്ന, അതായത് പരിപാടി കാണാൻ വരുന്ന വ്യക്തികൾക്കും അങ്ങേയറ്റം പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കുക, അത് വിഷ്ണുവേട്ടനാണ് കാര്യമായിട്ട് ചെയ്യുക. അത് ചെയ്യുക കാരണം കൊണ്ട് ഇന്നിപ്പോൾ കേരളത്തിലത്തെ മാതിരി തന്നെ ബോംബെയിലും കഥകളി ആസ്വാദകർ ധാരാളം ഉണ്ടായിക്കഴിഞ്ഞു എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. ആ ആസ്വാദകരെ വളർത്തിയെടുക്കാൻ എന്തേ ഇപ്പോൾ കാരണം ഉണ്ടായെന്ന് കൂടി ആലോചിക്കണ്ടേ? മറ്റൊന്നുമല്ല, അദ്ദേഹം കഥകളി ആസ്വാദകൻ എന്ന് പറഞ്ഞപ്പോൾ ആസ്വാദകരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് കഥകളി ഈ കണ്ടിട്ട് നന്നായി എന്ന് പറയുന്നത് വേഗം കഴിയും. കാരണം എന്താ വെച്ചാൽ വേഷങ്ങളുടെ പകിട്ടും ഇതൊക്കെ കൂടി കണ്ടാലും പിന്നെ മേളമൊക്കെ കേൾക്കുക, പാട്ടൊക്കെ കേട്ടാൽ നന്നായി എന്ന് പറയും. ഇതല്ല, ഓരോന്നിൻ്റെയും വ്യക്തിപരമായിട്ട് വ്യക്തിത്വങ്ങളെ, അതായത് അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ മുഴുവനെ വിശദമായിട്ട് മനസ്സിലാക്കാൻ കഴിവുള്ള വ്യക്തിയാണ് വിഷ്ണുവേട്ടൻ. അതായത് കഥകളിയുടെ മുദ്രകളും കഥകളിയുടെ നടന്മാരുടെ അഭിനയവും അതേമാതിരി ചെണ്ടക്കാരുടെ കൊട്ടുപോലും പാട്ടുകാരുടെ പാട്ട്, പിന്നെ അത് എല്ലാവർക്കും വേഗം ആസ്വദിക്കാൻ സാധിക്കുന്നതുമാണ്. അതിൽ കൂടുതൽ എല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് വിഷ്ണുവേട്ടൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷ്ണുവേട്ടനും ഈ കഥകളി പഠിപ്പിക്കുന്ന ഗോപാലകൃഷ്ണനും രണ്ടുപേരും കൂടി പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കത്തക്കവണ്ണം പറഞ്ഞു കൊടുത്ത് ശരിയാക്കണത് ഒട്ടും പിഴവ് വരാത്ത വിധത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയുള്ള ആ ഇൻകം ടാക്സ് ഓഫീസർ ആയിട്ടുള്ള വിഷ്ണുവേട്ടൻ ഉദ്യോഗപരമായിട്ട് ഇൻകം ടാക്സ് ഓഫീസർ ആണെങ്കിൽ പോലും കലാപരമായിട്ട് അങ്ങേറ്റവും ശ്രദ്ധാലുവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കലകളെ വളർത്തിയെടുക്കുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയുണ്ടോ, കേരളത്തിലല്ല ഞാൻ പറയുന്നത്, കേരളത്തിൽ നിന്ന് വിട്ടിട്ട് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്, പോയിട്ടുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ യൂറോപ്യൻ സ്വപ്നം എന്ന ഒരു പുസ്തകം രചിച്ചിട്ടുള്ളത്. ഫ്രാൻസിൽ പോവാൻ തോന്നിയത് എന്തേന്ന് വിചാരിച്ചാൽ, സ്വതവേ ഫ്രാൻസിലുള്ള ജനങ്ങൾക്ക് കലകളായിട്ട് വലിയ അടുപ്പാണ്. ഇൻകം ടാക്സ് ഓഫീസറായിരുന്ന അവിടുന്ന് അദ്ദേഹം റിട്ടയർഡായ ആ വിഷ്ണുവേട്ടൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അവിടെ സന്ദർശിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി യാത്ര ചെയ്തു. അദ്ദേഹം അവിടുത്തെ കാര്യങ്ങളൊക്കെ യൂറോപ്പ് മുഴുവൻ കുറേ ചുറ്റിത്തിരിഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു വന്ന് അദ്ദേഹം ഒരു പുസ്തകം എഴുതി. ആ പുസ്തകം ആണ് ഒരു യൂറോപ്യൻ സ്വപ്നം. ഈ യൂറോപ്യൻ സ്വപ്നം എന്നുള്ളത് അദ്ദേഹം ഈ എഴുതിയത് സ്വതവേ യാത്രക്കാർക്കും വായന സ്വഭാവം ഉള്ളവർക്കും ഒഴിവാക്കാൻ പറ്റാത്ത പുസ്തകം എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കാം. ഇദ്ദേഹത്തിന് വേറൊരു കാര്യം വെറും വിഷ്ണുവേട്ടൻ എന്നല്ല കേട്ടോ, കുന്നം വിഷ്ണുവേട്ടൻ അങ്ങനെ കൂടി ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഇത്രയും എനിക്ക് ആ പുസ്തകം എനിക്കൊന്ന് തന്നു. ആ തന്നതിനെ ഞാനിവിടെ പ്രദർശിപ്പിച്ചു. ഇദ്ദേഹത്തിൻ്റെ ഈ പ്രായത്തിൽ പറഞ്ഞെങ്കിൽ ഏകദേശം എൻ്റെ പ്രായമായിട്ടില്ല എങ്കിൽ പോലും കുറച്ച് പ്രായമായി, 76 വയസ്സായി എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. എനിക്ക് പിന്നെ അത്രയൊന്നും ആയിട്ടില്ല, 87 ആയിട്ടുള്ളൂ. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഈ സംരംഭം, ഈ സ്നേഹമസൃണമായ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ സാധിക്കും ആ കാര്യങ്ങൾ പറഞ്ഞും പുസ്തക രൂപേണയും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഇനിയും ശ്രമിക്കാൻ തയ്യാറായിട്ടിരിക്കുന്നു. അതുകൊണ്ട്
അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിനെ അങ്ങേയറ്റം ആരാധിക്കുന്ന, വായന കൊണ്ട് ആരാധിക്കുന്ന വ്യക്തികൾ ധാരാളം ഉണ്ടാവാം. അവർക്ക് യാത്രാ സൗകര്യങ്ങൾ എങ്ങനെയൊക്കെ വേണമെന്നുള്ളത് മനസ്സിലാക്കാം. വായനാസമ്പന്നരായിട്ടുള്ള വ്യക്തികൾക്ക് വായിച്ച് ആസ്വദിക്കാം. ഇത്രയും ചെയ്തു തരാൻ അദ്ദേഹം തയ്യാറായത് തന്നെ ഈ 76-ാം വയസ്സിലാണ്. അല്ല, ഇതിൻ്റെ മുമ്പ് അദ്ദേഹത്തിന് സമയം കിട്ടായിരുന്നു. ഏതായാലും ഇപ്പോഴും അദ്ദേഹം വെറുതെ ഇരിക്കുകയല്ല. അങ്ങനെയുള്ള അദ്ദേഹത്തിന്, അതായത് കുന്നം വിഷ്ണു നമ്പൂതിരിക്ക് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തക്കവണ്ണം പറയുന്നു. പക്ഷേ എൻ്റെ കണ്ണിൽ കുന്നം എന്നില്ല, വെറും വിഷ്ണുവേട്ടൻ വിഷ്ണുവേട്ടനെ വിളിക്കാറുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും, ദീർഘായുസ് എന്ന് പറയാൻ നമുക്ക് അർഹതയില്ല എങ്കിലും ഉള്ള ആയുസ്സിന് നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ. അത് ഇനിയും പുസ്തകം എഴുതാനുള്ള തലച്ചോറിൽ വികസനം ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ 2 വാക്ക് പറഞ്ഞ് സമാപിക്കുന്നു. നിർത്തട്ടെ. നന്ദി, നമസ്കാരം. വ്യാസൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് എൻ്റെ സംഘാടക സമിതിയോടെ നന്ദി അറിയിക്കാം. മറ്റൊരു മഹത് പ്രതിക കൂടി ഈ ദൃശ്യ ശബ്ദരേഖയിലൂടെ നമ്മുടെ മുന്നിലെത്തുകയാണ്. മേളവിലയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മാത്രമല്ല, ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും തിളങ്ങി നിൽക്കുന്ന കലാകാരൻ, മേളത്തിരുക്കത്തിൽ സാക്ഷാൽ ഇന്ദ്രസഭാതലം തീർക്കുന്ന മേളാചാര്യൻ, കേരള സംഗീത അക്കാദമിയുടെ ചെയർമാൻ കൂടിയായ ശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാഷ്, അദ്ദേഹത്തെ എൻ്റെ ശബ്ദത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കുക. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി. കുന്നം വിഷ്ണു നമ്പൂതിരി എന്ന വിഷ്ണുവേട്ടൻ, ഞാൻ അങ്ങനെയാണ് അദ്ദേഹത്തിന് വിളിക്കാറ്. ബോംബെയിൽ നിന്നുള്ള പരിചയമാണ്. ബോംബെയിലുള്ള കലാകാരന്മാരെ ഒരുമിച്ച് ചേർക്കാൻ ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരാൾ കൂടിയാണ് വിഷ്ണുവേട്ടൻ. അത് കഥകളിയായാലും വാദ്യമായാലും ബോംബെയിലുള്ള എല്ലാ കലാകാരന്മാരെയും കൂട്ടായി ചേർത്ത് ഒരു പ്രസ്ഥാനത്തിന് എല്ലാവരും അണിചേർന്ന് എല്ലാവർക്കും തുല്യ രീതിയിലുള്ള സ്ഥാനങ്ങൾ ഉണ്ടാവണം എന്ന കൃത്യമായ കാഴ്ചപ്പാടിൽ ബോംബെയിലുള്ള കഥകളി കലാകാരന്മാരെയും വാദ്യ കലാകാരന്മാരെയും ഒരുമിച്ച് ഓർത്തിണക്കിയ ഒരാൾ കൂടിയാണ് വിഷ്ണുവേട്ടൻ. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ജോലിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും വാദ്യ കലാകാരന്മാർ പേടിക്കാനേ ഇല്ലാത്ത ഒരാളും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഏട്ടൻ, അദ്ദേഹത്തിൻ്റെ പേര് ശങ്കരൻ നമ്പൂതിരി മാഷ്, കുന്നം ശങ്കരൻ നമ്പൂതിരി മാഷ്. അദ്ദേഹം നാട്ടിൽ ഒരു മാഷ് അല്ലെങ്കിൽ ഒരു അധ്യാപകൻ സ്കൂളിൽ മാത്രമായിരുന്നില്ല, നാട്ടുകാർക്ക് മുഴുവൻ ഇഷ്ടപ്പെട്ട നമ്പൂതിരി മാഷ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ, അദ്ദേഹം ഇപ്പൊ നമ്മളൊപ്പമില്ല, ആ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് അനിയന്റെ ഒരു അന്വേഷണം, 2 പുസ്തകത്തിന്റെ പ്രകാശനം. ഒന്ന് ഒരു യൂറോപ്യൻ സ്വപ്നം. ഞാനിത് പുസ്തകം എന്നെ കാണിച്ചപ്പോൾ ഞാൻ സത്യത്തിൽ ചോദിച്ച വിഷ്ണുട്ട, ഇത് സ്വപ്നം മാത്രമല്ല യാഥാർത്ഥ്യമാണ് എന്നും കൂടി പറഞ്ഞു. അതിൻ്റെ ഒരു സന്തോഷം വേറെ. മറ്റൊരു പുസ്തകം എന്ന് പറഞ്ഞാൽ ചരിത്ര താളുകളിലേക്ക് ഒരു യാത്ര, അതാണ് അടുത്ത പുസ്തകം. ഈ 2 പുസ്തകത്തിന്റെ പ്രകാശനം ഈ വരുന്ന ഡിസംബർ 23-ാം തീയതി സാഹിത്യ അക്കാദമിയിൽ വെച്ച് നടത്തുന്നു. യഥാർത്ഥത്തിൽ ആ വിഷയത്തിൽ നേരിട്ട് വന്ന് പങ്കെടുക്കാൻ മോഹിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ അതിന് മുൻപ് തന്നെ ഡൽഹിയിൽ പോയിട്ട് ചില ആവശ്യങ്ങൾ നടത്തേണ്ടതുകൊണ്ട് വിഷ്ണുവിനോട് അനുവാദം കൃത്യമായിട്ട് മേടിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. എങ്കിലും ഈ പുസ്തക പ്രസാദനത്തിനും ഈ ഏട്ടൻ്റെ ഓർമ്മകൾ അയവിറക്കുന്നതിൽ ഒരുപാട് പ്രഭാഷകന്മാരൊക്കെ പങ്കെടുക്കുന്ന മീറ്റിംഗാണ്. ഈ ഒരു കാഴ്ചപ്പാട്, ഈ ഒരു നല്ല കാഴ്ചപ്പാടുള്ള ഈ ദിവസം വിഷ്ണുവിൻ്റെ ഏട്ടനെ കുറിച്ചുള്ള ഓർമ്മ, നാടിനെ കുറിച്ചുള്ള ഓർമ്മ, യൂറോപ്പിനെ കുറിച്ചുള്ള സാർത്ഥകമാക്കിയ സ്വപ്നം, ഇതെല്ലാം ആ ദിവസം നടക്കുകയാണ്. എല്ലാ പ്രാർത്ഥനകൾക്കും ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും ഇനി തുടർന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉദിക്കുന്ന മറ്റു ചില ആശയങ്ങളുണ്ട് എന്ന് പറഞ്ഞ ആശയം വ്യക്തമാക്കിയില്ല. എങ്കിലും ആ ആശയങ്ങൾ കൂടി എല്ലാ കാര്യങ്ങളും സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വിഷ്ണുവിന് ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി ഉണ്ടാവട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളുടെ മട്ടന്നൂർ